എല്ലാവരും ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ന് പ്രഭാതത്തിൽ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ ഉണ്ടാക്കണം എന്ന വലിയൊരു ലക്ഷ്യമായിട്ട് നമ്മൾ ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബയോട്ടോറിയം സൂം പ്രോഗ്രാമില് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രാർത്ഥനയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും ആരംഭിക്കാറ്. അതുപോലെ തന്നെ ഇന്നും നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സൂം പ്രോഗ്രാം ആരംഭിക്കാം. താങ്ക് യു ഓൾ. ഗ്രേറ്റ്. ഈ പ്രഭാതത്തിൽ തന്നെ ഈ ഒരു സൂം പ്രോഗ്രാമില് വീഡിയോ ഓൺ ചെയ്തുകൊണ്ട് കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തില് ഇനിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഈ ബയോട്ടോറിയം എന്ന കമ്പനിക്ക് സാധിക്കും. അതിനെല്ലാവർക്കും സാധ്യമാവട്ടെ. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് പവിത്രൻ. കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്ത് പുറമേരി സ്വദേശിയാണ്. ഈ ബയോട്ടോറിയത്തിൽ വന്നിട്ട് ഏകദേശം 2 വർഷത്തോളമായി. വളരെ ശക്തമായ രീതിയിൽ ടീമിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ കമ്പനിയിൽ വിജയിക്കാൻ വേണ്ട, നമ്മുടെ ഡയറക്റ്റ് സെല്ലിങ്ങിൽ വിജയിക്കാൻ വേണ്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ മിനി സാറ് കടന്നു വരുന്നത്. മിനി സാറ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. വടകരക്കടുത്ത് പുറമേരി സ്വദേശി തന്നെയാണ്. ഇന്ന് നമ്മുടെ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമില് യങ് ആയിട്ടുള്ള കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി റിസൾട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കടന്നു വന്ന് വലിയൊരു ടീമിനെ മുന്നോട്ട് നയിക്കുന്ന ആൾക്കാരാണ്. അതുപോലത്തെ മിനി സാറും വിദേശത്തായിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ സജീവമായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ക്ലാസ്സുകളും അതുപോലെ തന്നെ മോട്ടിവേഷനൊക്കെ നൽകി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ലീഡറാണ് മിനി സാറ്. മിനി സാറ് മാഗ്നറ്റോ തെറാപ്പിയിൽ ഡിപ്ലോമ എടുത്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെപ്പറ്റി വിശദമായി പഠിച്ചതിന് ശേഷം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് നമ്മളുമായിട്ട് സംവദിക്കുന്നത് ഡയറക്റ്റ് സെല്ലിങ്ങിൽ വിജയിക്കാൻ വേണ്ട ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ജീവിതത്തിലും വരുത്തേണ്ട മാറ്റങ്ങൾ. ചെറിയ വിജയങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും, പക്ഷെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിത രീതിയിൽ ഒരു മാറ്റം അനിവാര്യമാണ്. ആ ഒരു മാറ്റം എന്തൊക്കെയാണ്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്തൊക്കെയാണ്, അതിനെപ്പറ്റി ഇന്ന് മിനി സാർ വ്യക്തമായിട്ട് സംസാരിക്കും. ഞാനൊന്ന് മറ്റൊരു കാര്യം പരിചയപ്പെടുന്നത്, എന്നെ ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി ബഹുമാനപ്പെട്ട ചന്ദ്ര സാറാണ്. അതുപോലെ തന്നെ ഷാജി സാറ്, ശോഭ മേഡം, മനോജ് സാറ്, ഇവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് ഈ ഒരു സൂം പ്രോഗ്രാമില് നല്ലൊരു മോട്ടിവേഷൻ, നല്ലൊരു ക്ലാസ്സും തരാൻ വേണ്ടി നമ്മുടെ ഗ്രേറ്റ് ലീഡർ മിനി സാറിനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുകയാണ്. മിനി സാർ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതില് ഇന്നത്തെ ടോപ്പിക്ക് മനോജ് സാറ് തന്നത് ലീഡർഷിപ്പിനെ കുറിച്ച് സംസാരിക്കാനാണ്. MLM-ൽ ഉണ്ടാകുന്ന ലീഡർഷിപ്പിനെ കുറിച്ചൊന്ന് സംസാരിക്കാൻ. ഞാൻ സംസാരിക്കുന്നത് ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ തയ്യാറായി വന്ന ആളുകളുണ്ട്. അപ്പൊ കുറച്ചും കൂടി ആളുകൾക്ക് വീഡിയോ ഓണാക്കാൻ പറ്റുമെന്ന് തോന്നുന്നത്, ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-20 ആൾക്കാരാണ് വീഡിയോ ഓണാക്കിയിട്ടിരിക്കുന്നത്. പല കാരണങ്ങളുണ്ടാവാം. വീട്ടിലുള്ള രാവിലത്തെ സാഹചര്യം ചിലപ്പോ വീഡിയോ ഓണാക്കിയിരിക്കാൻ വേണ്ടി ചിലപ്പോ സ്ത്രീകളെയോ പ്രത്യേകിച്ച് അടുക്കള പണികളൊക്കെ ആയിരിക്കും. ആ ഒരു കാര്യം മാറ്റിവെച്ചാല് ബാക്കിയുള്ള ആളുകൾ പലപ്പോഴും പാതി ഉറങ്ങിക്കൊണ്ടായിരിക്കും സൂം കേൾക്കാറുള്ളത്. പലരും പിന്നീട് സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്. കിടക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കും സൂം ഉണ്ടാവുക. അപ്പൊ ഒരു കംഫേർട്ട് സോണിലായിരിക്കും എപ്പോഴും. അതങ്ങനെ റേഡിയോ എങ്ങനെയാണോ റേഡിയോ, TV ഇതിലൊക്കെ നമ്മൾ കാര്യങ്ങൾ കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്, അതേപോലെ കേൾക്കുന്ന ആളുകളാണ് കൂടുതലുണ്ടാവുക. അതൊരു തെറ്റോ കുറ്റമൊന്നല്ല. പക്ഷെ നമ്മൾ MLM-ൽ
ഒരു പ്രൊഫഷനായി ഒരു ജീവിതമായി ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരാൻ എന്നുള്ളതാണ്. ഒരു ലീഡർ ആവണമെങ്കിൽ ആദ്യം നമ്മള് മറ്റുള്ളവരുടെ മുന്നിൽ പ്രൊജക്ട് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ മാറണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് എത്ര ആൾക്കാർ ഒരു വീഡിയോ ഓണാക്കാൻ തയ്യാറാണ് എന്ന് ചോദിച്ചത്. കാരണം ഇപ്പൊ കാണുമ്പോൾ എന്ത് ഭംഗിയുണ്ട്, ലൈവായിട്ടുള്ള ആളുകളെടുത്ത് സംവദിക്കാൻ നല്ല സുഖമായിരിക്കും. വീഡിയോ ഓണാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാം. അത് മാത്രമല്ല, ചിലപ്പോ നമ്മുടെ ഈ ഒരു സൂമിന്റെ പ്രോഗ്രാം ചിലപ്പോ നമ്മുടെ ലീന മാഡം അധിക ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അവിടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ അത് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, 3-4 ആൾക്കാർ എന്ത് ചെയ്യും, വീഡിയോ ഒക്കെ ഓണാക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ ഇരുട്ടിലായിരിക്കും എപ്പോഴും. അപ്പൊ അത് നമ്മളത് മാറ്റണം എന്നല്ല. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഞാനൊരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഒരു ചെറിയൊരു വീഡിയോ, ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം. ഈ വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ 90% ആളുകൾ ഈ വീഡിയോ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടാവും. ലീഡർഷിപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് എന്തിനാണ് ഈ വീഡിയോ എന്ന് ആലോചിക്കുന്നുണ്ടാവും കുറെ ആളുകൾ. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു യൂപ്പ ആ ഒരു പൂമ്പാറ്റെ മാറുന്ന ഒരു ഘട്ടം ഉണ്ടല്ലോ. ലീഡർ വന്നതിന് തൊട്ട് പിന്നില് ഇതേപോലെയുള്ള കുറെ ഘട്ടങ്ങൾ കടന്നു പോകുന്നുണ്ട്. ആ ഘട്ടങ്ങൾ കടന്നു പോകുന്ന സമയത്താണ് നമ്മൾ അവസാനം ഒരു ലീഡറായിട്ട് മാറുന്നത്. അതിന് കുറെ മാനസികമായിട്ട് ഒരുങ്ങേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവും നമുക്ക്, അല്ലെ? ശരിയല്ലേ? ഇതിനെപ്പറ്റി കൂടുതൽ എന്ത് ചെയ്യാ ഡിസ്കസ് ചെയ്യാൻ സമയം പോകുന്നില്ല. പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയെടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ലേ, ഒരു നല്ലൊരു ലീഡർ ആകാൻ പറ്റും, ക്വാളിറ്റി ഉള്ള ഒരു ലീഡർ ആകാൻ പറ്റും. നമ്മൾ ഇന്ന് അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, സ്വയം ഒരു ലീഡർ ആകാൻ പറ്റുന്നുണ്ട്. ഒരു ലീഡർ ആവാൻ 500 ആൾക്കാരുള്ള ട്രീ ഒന്നും വേണ്ട കേട്ടോ. 4 പേരുടെ ട്രീ ഉണ്ടെങ്കിൽ ഒരാൾ ലീഡറാണ്. പക്ഷെ ആ 4 പേരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. അവിടെയാണ് ലീഡർഷിപ്പിന്റെ പ്രാധാന്യം. അല്ലാതെ നമ്മൾ കുറെ സംസാരിക്കാൻ പറ്റണം, കുറെ മലയാളം അല്ലാതെ ഹിന്ദി ഇംഗ്ലീഷ് അറിയണം, അതേപോലെ 10 പേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ കപ്പാസിറ്റി വേണം, അതൊന്നും ലീഡർക്ക് ആവശ്യമില്ല. പക്ഷെ ലീഡർക്ക് എന്തൊക്കെ ഗുണങ്ങൾ വേണം എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എല്ലാവരും ഇവിടെ ഉണ്ടെന്നോ അല്ലേ?
നമുക്ക് ലീഡർഷിപ്പ് ഉണ്ട് അല്ലെ. ബയോട്രത്തിലേക്ക് നമ്മൾ ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് ഡോക്ടർ സാഗർ ജോഷി എന്ന് പറയുന്ന നമ്മുടെ ഒരു ഹൈറാർക്കി ഉണ്ടാവും അല്ലെ, ഈ MLM അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്. അത് മാത്രമല്ല, ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും ഏത് പ്രൊഫഷൻ ആണെങ്കിലും ഹൈറാർക്കി ഉണ്ടാവും. അപ്പൊ പൊസിഷനിൽ ലീഡേഴ്സ് എന്തുണ്ടാവും, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും നമുക്ക്. അപ്പോ ഡയറക്ട് സെല്ലിങ്ങിൽ വരുന്ന സമയത്തും നമ്മൾ ലീഡർ എന്ന് വിളിക്കുന്നത് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ പുറത്ത് നമുക്ക് കൊണ്ടുവന്ന ഒരു അപ്ലൈൻ ആയിരിക്കും. ചിലപ്പോൾ അദ്ദേഹം ലീഡർ ആവണമെന്നില്ല, അദ്ദേഹത്തിന്റെ താഴെ വരുന്ന ആളുകൾ ആ ടീമിന്റെ ലീഡർ ആവുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു 10ഓ 50ഓ ലെവൽ മുകളിലുള്ള ആളായിരിക്കും ആ ടീമിന്റെ ലീഡർ ഉണ്ടാവുക. അപ്പൊ മനസ്സിലാക്കേണ്ടത് വെച്ചാല് ഒരു പൊസിഷൻ അല്ല ശരിക്ക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, ആ വ്യക്തി ആ ടീമിനോട് കാണിക്കുന്ന പ്രതിബദ്ധതയായിരിക്കും എപ്പോഴും. അപ്പൊ നമുക്ക് സാഗർ ജോഷി സാറിന്റെ അല്ലെ, അദ്ദേഹം എടുത്ത ധീരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനോടുള്ള നന്ദി നമുക്ക് മനസ്സുകൊണ്ട് എന്ത് ചെയ്യാം, പ്രകടിപ്പിക്കാം. ദ സ്പീഡ് ഓഫ് ദ ലീഡർ ഈസ് ദ സ്പീഡ് ഓഫ് ദ ടീം എന്നാണ്. ലീഡറുടെ സ്പീഡ് ആണ് ടീമിന്റെ സ്പീഡ്. അപ്പോ ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത്, ഇപ്പൊ മനോജ് സാറ് നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ കേരളത്തിലേക്ക് ബിസിനസ് കൊണ്ടുവന്നു. ആദ്യത്തെ 10 മാസം കൊണ്ട് അദ്ദേഹം ഒരു ടാർഗറ്റ് അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. ഇതുവരെ സൗത്ത് ഇന്ത്യയിൽ ആരും നേടിയെടുക്കാത്ത ഒരു ടാർഗറ്റ്. സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് 1 CR അച്ചീവർ വിത്തിൻ 10 months അല്ലെ. അദ്ദേഹം ചടഞ്ഞു കൂടി ഇരുന്ന് ഈ ടീമിനെ ഡെവലപ്പ് ചെയ്ത് പോകുന്ന സമയത്താണെങ്കിൽ ഇന്നും ഈ ടീമിൽ ആരും അച്ചീവ് ചെയ്യില്ല. അദ്ദേഹത്തിന്റെ സ്പീഡാണ് നമ്മളെ സ്പീഡ്. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഈ സർവീസ് റോഡിലൂടെ വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ഒരു 40 അല്ലെങ്കിൽ 60, 70 സ്പീഡിൽ മാക്സിമം പോകുന്നുള്ളതാണ്. ഒരു 60 ആയിരിക്കും ആവറേജ് അല്ലെ ആ വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത്. കാരണം ബാക്കിയുള്ള വണ്ടികളൊക്കെ ആ ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല്, ഇപ്പൊ പുതിയ റോഡ് വന്നിട്ടുണ്ടല്ലോ 6 വരിപ്പാത, ആ പാതയിലേക്ക് കയറുന്ന സമയത്ത് എന്താവെന്ന് വെച്ചാല് അവിടെയുള്ള ആളുകളൊക്കെ സ്പീഡ് പോകുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട്, ഇനി വണ്ടി വലിയ ട്രയലൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, മിനിമം 80-85 സ്പീഡിൽ നമ്മൾ ഓട്ടുന്നുള്ളതാണ്. അപ്പൊ അത് ഒരു മനുഷ്യന്റെ ഒരു മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ തന്നെയാണ്. അപ്പൊ ടീമില്, നിങ്ങളുടെ ടീമിൽ വളർച്ചയില്ല അല്ലെങ്കിൽ എന്റെ ടീമിൽ വളർച്ചയില്ല എന്ന് തോന്നുമ്പോ ആദ്യം തിരിച്ചറിയേണ്ടത് എനിക്കെന്തോ പോരായ്മയുണ്ട്, ഞാൻ എന്തല്ല സ്പീഡല്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് തുടങ്ങുന്നത് ലീഡർഷിപ്പ്. അപ്പൊ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ലീഡേഴ്സ് ഒക്കെ, എല്ലാ ലീഡേഴ്സിനും നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു എന്താ പറയാ, ഇതൊരു സൂം പ്രോഗ്രാം ആയതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്ന് കൈയടിച്ചാൽ മതി. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം എപ്പോഴും നമ്മൾ കേട്ടതാണ്, ലവ് മൂവ്സ് യുവർ ടീം. നിങ്ങളുടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ ടീമിനെ ഒരു ലീഡർ എങ്ങനെ ചേർത്ത് പിടിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് ഈ ലോകത്തിനെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ നമ്മുടെ ടീമിന്റെ അവസ്ഥ അതുപോലെ തന്നെയാണ്. ഒരു എന്താ പറയാ, ഒന്നും പ്രതീക്ഷിക്കാതെ ടീമിനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മരിക്കുന്നത് വരെ ടീം കൂടെ ഉണ്ടാവും. അത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു പീപ്പിൾ ബിസിനസ് ആണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു ആളുകളുടെ ഇമോഷൻസിന്റെ ബേസിലാണ് ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവിടെ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ലീഡർക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ കഴിഞ്ഞാൽ, ഒരു വിശ്വാസം കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ലീഡറുടെ കൂടെ എന്നും ടീം ഉണ്ടാകുന്നതാണ്. അപ്പൊ ഇത് ഞാൻ സംസാരിക്കുന്നത് ലീഡേഴ്സിനോടാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ടില്ലേ ഉള്ളൂ എന്നുള്ള ആളുകൾ ഉണ്ടാവും ചിലപ്പോ, അല്ലെങ്കിൽ ഞാനൊരു മാസേ ആയുള്ളൂ, 3 മാസം ആയുള്ളൂ, ഞാനല്ല ലീഡർ എന്ന് ചിന്തിക്കരുത്. ഇനി അങ്ങോട്ട് നിങ്ങളാണ് ലീഡർ. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്ത് ഈ ഒരു ക്ലാസ് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ ലീഡർ അല്ല ലീഡർഷിപ്പ് എടുക്കാൻ അതിന് മുന്നിലേക്ക് വരണ്ടേ നമ്മൾ എന്തായാലും. നേരത്തെ ഈ പ്യൂപ്പ പുറത്തേക്ക് വന്നതുപോലെ ഒരു പ്രോസസ്സിലൂടെ കടന്നു വരണം. അപ്പൊ ഫസ്റ്റ് ടൈമിൽ അതിന് പെയിൻ ഉണ്ടാവും അല്ലെ. എന്തായാലും ഒരു ചേഞ്ച് എന്ന് പറയുന്ന ലോകത്തിൽ എന്ത് മാറ്റത്തിനും ഒരു വേദന ഉണ്ടാവുന്നില്ല. അപ്പൊ ആ സമയത്ത് അത് വേദനയോട് അവിടെ ഇരുന്നിരുന്നുവെങ്കിൽ എന്ത് ചെയ്യും, അത് അവിടെ തന്നെ ചത്തുപോകും. ശരിയല്ലേ? അതേപോലെ തന്നെയാണ് ലീഡർഷിപ്പിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ മനസ്സുകൊണ്ട് എന്ത് ചെയ്യണം, ആദ്യം ഒരു ധൈര്യമൊക്കെ സംഭരിക്കണം. ഫിയർ എന്നാണല്ലേ നമ്മൾ പേടിക്ക് പറയല്ലേ, ഫിയർ. ഈ പേടി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നും പേടിച്ചിരിക്കുകയുള്ളൂ. ഫിയറിന് 2 ഡെഫിനിഷനാണ്. ഒന്ന്, ഫോർഗെറ്റ് എവരിതിങ് ആൻഡ് റൺ, എല്ലാം മറന്നുകൊണ്ട് ഓടുക, തിരിച്ചോടുക അല്ലെ. അങ്ങനെ ചെയ്യാം. അങ്ങനെയാണ് പലരും ചെയ്യാം.
കുറച്ച് ആളുകളുണ്ട്, അവരെന്ത് ചെയ്യും, ഫേസ് എവറിഥിങ് ആൻഡ് റൈസ് എന്നാണ്. എന്തിനെ നേരിട്ട് കൊണ്ട് അവരെന്ത് ചെയ്യും, കുതിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഏത് കാറ്റഗറിയാണെന്നുള്ളതാണ് ഇവിടെ ചോദ്യം. നിങ്ങള് ഇതൊക്കെ മതി, ഇത് കുറെ ആയില്ലേ, ഇതിലൊന്നും നടക്കില്ല, രക്ഷപ്പെടില്ല, വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നോക്കാല്ലേ, തിരിഞ്ഞുകൂടുന്ന കുറെ ആളുകളുണ്ട് ഈ കൈ കിട്ടിയ സൗഭാഗ്യത്തിന് മനസ്സിലാക്കാതെ. അതേപോലെ തന്നെ അതേ സമയത്ത് ഇപ്പൊ നിലവിൽ ഒരു ഗതിയില്ലെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഏറ്റവും സീറോയിലാണ് നിൽക്കുന്നത്. മനോജ് സാർ ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് അദ്ദേഹം എപ്പോഴും പറയുന്ന കഥ അല്ലെ നമ്മൾ കേട്ടിട്ടുണ്ട്. വാടക വീട്ടിലായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടി അല്ലെ. ആ സമയത്ത് ഇത് ഏറ്റെടുക്കാൻ കാണിച്ച ചങ്കൂറ്റുണ്ടല്ലോ, ആ ചങ്കൂറ്റാണ് ഇത് അദ്ദേഹത്തെ വിജയത്തിൽ എത്തിച്ചത്. നമ്മൾ അതേപോലെ ഇരിക്കണം എന്നുള്ളതാണ്. നമുക്കിപ്പം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ഇൻഡസ്ട്രീന്റെ ഒരു പ്രത്യേകത, ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം എതിർക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും, രണ്ടാമത് നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും, മൂന്നാമത് ചുറ്റുപാടുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകളായിരിക്കും, നാലാമത് മറ്റുള്ള MLM കമ്പനികൾ ആളുകൾ വന്നിട്ട് പ്രലോഭനങ്ങൾ തരുന്ന ഒരു ഘട്ടങ്ങളുണ്ടാവും. ഒരു കാര്യത്തിലേക്ക് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ആദ്യം നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഏറ്റെടുക്കാൻ. ഇന്ന് ഇന്ത്യയിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറുള്ള കമ്പനി ഇല്ല അല്ലെ. പ്രൊഡക്റ്റുകൾ ഇന്ന് നമ്മുടെ പ്രൊഡക്റ്റിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല. ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല, ലോകത്തിൽ തന്നെ ഇല്ല എന്നുള്ളതാണ്. നമ്മളെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിൽ നിന്നും എന്തില്ല, നമ്മുടെ മാഗ്നറ്റിക് തെറാപ്പിന്റെ പ്രൊഡക്റ്റിൽ നിന്നും ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരാൻ പോലും പറ്റുന്ന തരത്തിൽ ഒരു പ്രൊഡക്റ്റും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പൊ അതൊക്കെ വിൽക്കുന്ന ആളുകൾ, ആ ഒരു ഓപ്പർച്യൂണിറ്റി കൈ കിട്ടിയ ആളുകളാണ് നമ്മൾ എന്നുള്ളത് നമുക്ക് കോൺഫിഡൻസ് വേണമെന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ. എപ്പോഴും നമ്മളെ പ്രൊഡക്റ്റിൽ, നമ്മുടെ കമ്പനിയിൽ, നമ്മുടെ പേഔട്ട് ഇങ്ങനെ എപ്പോഴും പറയുന്ന 4 P നല്ല കോൺഫിഡൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഞ്ചു വിരിച്ച് എവിടെയും സംസാരിക്കാൻ പറ്റും. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതില്ലാത്ത ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം 6 മണിക്കൊന്നും അങ്ങനെയുള്ള ആളുകൾ എണീക്കാറില്ല, പ്രത്യേകിച്ച് നമ്മുടെ സൂം പ്രോഗ്രാം കയറാറുമില്ല. അപ്പൊ നിങ്ങൾ അവരോടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങളെ കൂടെ ഐഡിയ അടിച്ച് വന്ന് ഇപ്പോഴും കിടന്നുറങ്ങുന്ന ആളുകളടുത്താണ് നിങ്ങൾ ഇത് പോയി പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് നിങ്ങൾക്കുള്ള കാശല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി മനസ്സുകൊണ്ട് ഒരുങ്ങിയ ആളുകളാണ്. മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുക, കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രെയിനിങ് സെക്ഷൻ. എപ്പോഴും സംശയവും അല്ലെ, അതേപോലെ തന്നെ പേടിയും, ഇതാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെ എന്ത് ചെയ്യുക, മോഷ്ടിക്കുന്ന 2 ഘടകങ്ങൾ. അപ്പൊ അത് മാറ്റിയെടുക്കുക എന്നുള്ള ആദ്യം ചെയ്യേണ്ടത്. ഒരു ലീഡർ ആദ്യം ചെയ്യേണ്ടത് മനസ്സുകൊണ്ട് എന്ത് ചെയ്യണം, ഈ 2 കാര്യങ്ങളെയും വിജയിച്ച് കാണിക്കണം എന്നുള്ളതാണ്. ആരാണ് ഒരു ലീഡർ? നിങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും വായിച്ചിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉണ്ടാവും. എനിക്കും പറയാനുള്ള ഇതൊക്കെ തന്നെയാണ്. ഇഫ് യുവർ ആക്ഷൻ ഇൻസ്പയർ അതേഴ്സ്, നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ ടീമിലുള്ള ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന ചുറ്റുപാടുള്ള ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അവർക്ക് കൂടുതൽ സ്വപ്നം കാണാനും കൂടുതൽ പഠിക്കാനും കൂടുതൽ ചെയ്യാനുള്ള ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലീഡറാണ്. ആലോചിച്ചു നോക്കും, എന്റെ കൂടെ വന്ന ആളുകൾക്ക് എനിക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. എന്നെ വിശ്വസിച്ച് വന്ന ആളുകൾ എന്ത് ചെയ്യണം, അവരുടെ ആഗ്രഹം അല്ലെ. നമ്മൾ പലരും ജോയിൻ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? BOP സെന്ററുകളിലും മറ്റുള്ള പ്രോഗ്രാമിലൊക്കെ വന്നിട്ട് ആളുകൾ 500 രൂപ മുതൽ 3-3.5 കോടി വരെ വാങ്ങിയ അത് കണ്ട മോട്ടിവേഷന്റെ പുറത്തൊക്കെയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമ്മളെക്കാളും കഴിവും കപ്പാസിറ്റിയും കുറഞ്ഞ ആളുകൾ ഇതിലൂടെ വരുമാനം 10 ലക്ഷം, 20 ലക്ഷം, 50 ലക്ഷം ഒക്കെ വാങ്ങുന്ന കണ്ടിട്ടില്ല നമ്മളല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇതേപോലെ ഒരാൾക്ക് മനസ്സുകൊണ്ട് തോന്നാൻ പറ്റണം, എന്നെ കൊണ്ട് സാധിക്കും, ആ ബിലീഫ് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ലീഡർക്ക് പറ്റണം. അപ്പോഴാണ് നിങ്ങൾ ഒരു ലീഡർ ആവുന്നുള്ളതാണ്. എപ്പോഴും ഓർമ്മിച്ച് വെച്ചാൽ മതി. എന്റെ കൂടെ വന്ന ആൾക്ക് കുറെ വിഷൻ ഉണ്ടാവും. നമ്മളെ കൂടെ എന്തിനാണ് ആളുകൾ ജോയിൻ ചെയ്യുന്നത്? നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നത് അവരുടെ ലൈഫ് എന്ത് ചെയ്യണം, നിലവിലുള്ള ആ ഒരു സ്റ്റേജിൽ നിന്നും ഒരു സ്റ്റെപ്പെങ്കിലും മുകളിലേക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റണം അല്ലെ. അങ്ങനെ വ്യക്തമായ വിഷനോട് കൂടി മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ കല്യാണം, വീടെടുക്കാനുണ്ട്, ലോൺ ഉണ്ടാവും, കടം വീട്ടാനുണ്ട്, ആധാരം ബാങ്കിൽ നിന്ന് എടുക്കാനുണ്ട്, ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ട് സ്വപ്നം കണ്ടിട്ട് ഒരു വിഷയോടെ വരുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ എന്ത് ചെയ്യണം, ചേർത്ത് പിടിച്ചിട്ട് അത് ഒരു റിയാലിറ്റിയിൽ എത്തിക്കാൻ എപ്പോ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ നിങ്ങൾ ഒരു ലീഡറാണെന്നതാണ്. അല്ലാതെ അവര് കൊണ്ടുവരുന്ന 100 BV ലെഫ്റ്റിൽ ഒരു 100 BV കൂടി കിട്ടുന്ന സമയത്ത് എനിക്ക് 6,820 കിട്ടും എന്ന് ചിന്തിക്കുന്ന ഒരാളും ഇന്ന് വരെ ലീഡറായിട്ടില്ല. ഒരു 5-6 മാസം മാത്രമേ അവരെന്ത് ചെയ്യും, മുന്നോട്ട് പോകും. പിന്നീട് അവരുടെ ടീമിൽ എന്ത് ചെയ്യും, ആളുകൾ കൊഴിഞ്ഞു പോകും.
അത് ഏത് MLM കമ്പനി ആണെങ്കിലും കേട്ടോ, ബയോട്ടോറിയം മാത്രമല്ല, MLM എന്നല്ല, ഏത് ഇൻഡസ്ട്രിയിൽ ഏത് കമ്പനിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ചില ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ മതി, ഈ ഗൾഫിലൊക്കെ പോയി വന്നിട്ടുള്ള ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മാനേജറോട് അവർക്ക് ഭയങ്കര ഒരു ദൈവത്തെ പോലെയുള്ള വിശ്വാസമായിരിക്കും. പലപ്പോഴും കേട്ടിട്ടില്ല, മിക്കവാറും ഇതില് പലരുടെയും ഭർത്താക്കന്മാരൊക്കെ എന്തായിരിക്കും, ഗൾഫിലായിരിക്കും. അപ്പൊ അവര് സംസാരിക്കുമ്പോ ആ കമ്പനിയിൽ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും അതിന്റെ ഓണറെ പറ്റിയല്ല സംസാരിക്കുന്നുണ്ടാവാം. അദ്ദേഹത്തിന്റെ സൂപ്പർവൈസറെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാനേജറെ കുറിച്ചോ അല്ലെങ്കിൽ ഓഫീസിലെ HR മാനേജറെ കുറിച്ചോ ഒക്കെ നല്ലതും ചീത്തയും പറയും. അത് അയാളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും. അപ്പൊ പലപ്പോഴും നമ്മൾ മനസ്സിലായിട്ടുണ്ട്, ചില ആളുകൾ സംസാരിക്കുമ്പോൾ അവരെ കൊണ്ട് പറയുമ്പോൾ ഭയങ്കര നാവായിരിക്കും, ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ എന്തുകൊണ്ടാ വെച്ചാൽ അത് അയാളുടെ ക്വാളിറ്റിയാണ്. അപ്പൊ അതുപോലെ ആവണം നമ്മൾ ഓരോരുത്തരും നോക്കാം. ഒരു ലീഡർഷിപ്പിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഒരു ലയൺ മൈൻഡ് സെറ്റ് വേണം, ഒരു വിന്നിങ് അല്ലെ, ഒരു വിന്നിങ് ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ഇവിടെ സിംഹത്തിന്റെ കഥ പറയുന്നുണ്ടായിരുന്നു അല്ലെ, എപ്പോഴും എല്ലാരും പറയുന്ന സാധനം, ബോറടിക്കും നിങ്ങൾക്ക്, എന്നാലും ഞാൻ പറയാണ്, ചെറുതായിട്ട് പറഞ്ഞു പോവാ. കാട്ടില് ഈ സിംഹം കൂടാതെ എന്തുണ്ട്, ഒരുപാട് മൃഗങ്ങളുണ്ട് അല്ലെ. ഏറ്റവും വേഗതയിൽ ഓടുന്ന ചീറ്റപ്പുലി ഉണ്ട്, ഏറ്റവും എന്താ പറയാ ബലവാനായ ആനയുണ്ട്, അങ്ങനെ ഏറ്റവും കൗശലക്കാരനായ കുറുക്കനുണ്ട്, അങ്ങനെ ഒരുപാട് ജീവികളുണ്ട്. പക്ഷെ സിംഹം എപ്പോഴും അതിന്റെ രാജാവാണെന്നാണ്. അത് സിംഹത്തിന്റെ വിദ്യാഭ്യാസം കൂടുതലായതുകൊണ്ടോ, സിംഹത്തിന് കപ്പാസിറ്റി കൂടുതലായതുകൊണ്ടോ, സിംഹത്തിന് സ്പീഡിൽ ഓടാൻ പറ്റുന്നത് കൊണ്ടോ, സിംഹത്തിന് മറ്റുള്ള മൃഗങ്ങളെ അപേക്ഷിച്ച് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള കഴിവും കപ്പാസിറ്റി ഉള്ളത് കൊണ്ടല്ല, സിംഹം അങ്ങ് വിചാരിച്ചതാണ് ഞാൻ തന്നെയാണ് രാജാവ് എന്നുള്ളത്. അതുകൊണ്ട് സിംഹം രാജാവായി, അത്രയേ ഉള്ളൂ. നമ്മൾ കാണുന്നില്ലേ, ഇന്ന് രാഷ്ട്രീയത്തിലാണെങ്കിലും പല നേതാക്കന്മാരെ എടുത്തു നോക്കിയാൽ മതി, നല്ല കഴിവും കപ്പാസിറ്റിയുള്ള ഇന്ത്യ ഭരിക്കാൻ പ്രാപ്തരായ ആളുകൾ ഇപ്പോഴും സിന്ദാബാദ് വിളിച്ച് നടക്കുന്നുണ്ടാവും. പക്ഷെ ഒരു കഴിവും കപ്പാസിറ്റിയുള്ള ആളുകളായിരിക്കും എന്താ പറയാ ചിലപ്പോ ഇവരെയൊക്കെ ഭരിക്കുന്നുണ്ടാവുക, ഏത് മേഖലയിലാണെങ്കിലും. എന്തുകൊണ്ടാ, അവർ മനസ്സുകൊണ്ടങ്ങ് ലീഡർ ആവുകയാണ്. ലീഡർഷിപ്പിൽ വന്ന ആളുകളുടെ ഫോട്ടോസ് നോക്കിയാൽ മതി. നമ്മൾ എന്ത് വേണോ, ആദ്യം മനസ്സുകൊണ്ട് ഞാൻ തന്നെയാണ് എന്റെ ടീമിന്റെ ലീഡർ എന്ന് ആദ്യം വിചാരിക്കുക. അവിടെ എല്ലാ മാറ്റങ്ങളും എന്ത് ചെയ്യും, വന്നു തുടങ്ങും. എ ലീഡർ ഈസ് വൺ ഹു നോസ് ദ വേ, ഗോസ് ദ വേ ആൻഡ് ഷോസ് ദ വേ. ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആദ്യം ഒരു വിഷൻ ഉണ്ടായിരിക്കണം, ഞാൻ എവിടെയൊക്കെ പോകുന്നുള്ളത്. ഞാനൊരു കോടി നേടാൻ പോവാണെന്നെങ്കിൽ വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ആദ്യം വേണമെന്നൊക്കെയാണ്. ആർക്കാണോ വഴി അറിയാവുന്നത് പോകാനുള്ളത്, അതേപോലെ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ ധൈര്യമുള്ളത്, മറ്റുള്ളവർക്ക് ആ വഴി കാട്ടിക്കൊടുക്കാൻ ധൈര്യമുള്ളത്, അയാളാണ് ലീഡർ. നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ അവസ്ഥ അത് തന്നെയല്ലേ. അവര് 4 വർഷം മുന്നേ ഏറ്റെടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല, ഇരുടായിരുന്നു. ശ്രീനാരായണ ഗുരു ഒക്കെ വന്ന് നവോത്ഥാനം നടത്തുന്നത് പോലെ ഇവിടെ എന്ത് ചെയ്തു, ബയോട്ടോറിയം കൊണ്ട് വന്നിട്ട് നവോത്ഥാനം നടത്തിയ ആളുകളാണ് നമ്മുടെ മുന്നിലുള്ള എല്ലാ ലീഡേഴ്സും. ഇവിടെ ഇപ്പൊ നിലവിൽ ഇവിടെ നിന്നുകൊണ്ട് അച്ചീവ്മെന്റിലേക്ക് കുതിക്കുന്ന മനോജ് സാറിന്റെ കൂടെ വന്ന് എത്രയോ ആളുകൾ, 10% ആളുകൾ മാത്രമേ ഒരു ലീഡറെ കൂടെ എപ്പോഴും നിലനിൽക്കും, ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിട്ടുപോകും. പക്ഷെ വിട്ടുപോയ ആളുകൾക്ക്, ബയോട്ടോറിയത്തിൽ വന്നിട്ട് വിട്ടുപോയ ആളുകൾക്ക് പറയാനുള്ള കഥകളൊക്കെ പോസിറ്റീവ് ആയിരിക്കും. ഒരിക്കലും പ്രൊഡക്റ്റിനെ കുറിച്ചോ കമ്പനിയെ കുറിച്ചോ പേ ഔട്ടിനെ കുറിച്ചോ കുറ്റാരും പറയൂല. അവരിപ്പോഴും അവർ കാണിച്ചു തന്നിരിക്കുന്ന ഒരു ഇതുണ്ട്, ബയോട്ടോറിയം ചെയ്ത് കഴിഞ്ഞാൽ കോടികൾ നേടാൻ പറ്റും അല്ലെ. നമ്മളെല്ലാത്തിനും പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ബയോട്ടോറിയം ചെയ്ത് കഴിഞ്ഞാൽ കോടികൾ നേടാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്തിട്ട് നിർഭാഗ്യം കൊണ്ട് വിട്ടുപോയ കുറെ ആളുകൾ. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാല്, മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ ആദ്യം നമുക്ക് വഴി അറിയണമെന്നതാണ്. വഴിയെടുത്തപ്പരുത്. ലീഡർക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് അത്. എപ്പോഴും എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. എപ്പോഴും നിങ്ങൾ മുന്നിൽ നിന്ന് ഈ പിക്ചർ കാണുന്ന പോലെ മുന്നിൽ നിന്ന് നയിക്കുക എന്നുള്ളതാണ്. ഇറങ്ങി പുറപ്പെടും. എപ്പോഴും നമ്മൾ ഇറങ്ങുമ്പോൾ മാത്രമേ നമ്മളെ കൂടെ ആളുകൾ ഇറങ്ങും എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രം നടക്കും. നമ്മൾ തോണി തുഴയുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, തോണി തുഴയാൻ കുറെ ആളുകൾ ഉണ്ടാവും, പക്ഷെ അതിന് ആവേശം കൊടുക്കുന്ന ഒറ്റ വ്യക്തിയായിരിക്കും. അദ്ദേഹത്തിന്റെ പാട്ടും താളം പിടിക്കലും ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു ടീമിനെ മുന്നോട്ട് നയിക്കുന്നത്. ആ ഒരു ഓളം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഭാഷയുടെ ആവശ്യം, ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഞാൻ വീണ്ടും പറയാണ്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഐഡിയ അടിക്കാൻ അറിയണ്ട, നിങ്ങൾക്ക് പിന്നെടുക്കാൻ അറിയണ്ട, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് പിക്കപ്പ് സെന്ററിലേക്ക് അയച്ച് അവിടെ നിന്ന് എടുത്തു കൊടുക്കാൻ അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഈ ബയോട്ടോറിയത്തിന്റെ കമ്പനി ബോംബെ പോയി കാണേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് MD ആയിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ?
നിങ്ങൾക്ക് ഒന്നിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഗ്രേറ്റ് ലീഡേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സുകൊണ്ട് ഞാൻ എന്റെ ടീമിന്റെ ലീഡറാണെന്ന് വിചാരിച്ച് ആ ടീമിന്റെ ആവേശം കൊടുത്താൽ മതി. MLM ലീഡറുടെ പണി അത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ എനിക്ക് കഴിവില്ല, കപ്പാസിറ്റി ഇല്ല, ഞാനെങ്ങനെ സംസാരിച്ച് ശരിയാവില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ആ ചിന്തകൾ എടുത്തിട്ട് ഈ സമയം തന്നെ എടുത്ത് കളയാന്നുള്ളതാണ്. ആവേശം കൊടുത്താൽ മാത്രം മതി. ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി ആകെ ഒരൊറ്റ കാര്യം വേണ്ടു, ഒടുക്കത്തെ ആവേശം. അത് മാത്രമേ വേണ്ടൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോ നോർത്ത് ഇന്ത്യ മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ 4 കോടി 3 കോടി 5 കോടി 10 കോടി ഒക്കെ വാങ്ങിയ ആളുകളൊക്കെ നമ്മളെക്കാൾ സാധാരണക്കാരാണ്. ഒരു ജോലിയും വ്യക്തമായിട്ട് എടുക്കാൻ പറ്റാത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള ആളുകളാണ് ഇതിൽ വിജയിച്ചത്. കാരണം അവരെ ഉള്ളിൽ ഒടുക്കത്തെ തീയായിരുന്നു എന്നുള്ളതാണ്. അവര് റോക്കറ്റിന്റെ കഥ പറയുന്ന പോലെ മൂട്ടിന് തീപിടിച്ച ആളുകളായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോഴും തീപിടിക്കാത്തത് കൊണ്ടാണ് നമ്മളെ പ്രശ്നം. നമുക്ക് എന്ന് തീപിടിക്കുന്നു അന്ന് ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പൊ കിട്ടിയ ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുക? മുതലെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ മാറുമെന്നതാണ്. ഒരു ലീഡർ, നമ്മളിപ്പോ എവിടെയും നാട്ടിൽ എന്ത് പ്രോഗ്രാം എടുക്കുന്ന സമയത്തും ചില ആളുകൾ ഇപ്പൊ മരണ വീടാണെങ്കിലും കല്യാണ വീടാണെങ്കിലും ഇനി ഒരു പരസ്പരം എന്തെങ്കിലും അടിയൊക്കെ നടക്കുന്ന സമയത്ത് ചില വ്യക്തികൾ അവിടേക്ക് കടന്നു വരുന്ന സമയത്ത് ആ അറ്റ്മോസ്ഫിയർ മൊത്തം മാറും അല്ലെ. എല്ലാവരും എന്ത് ചെയ്യും? ചിലപ്പോ ഒരു ബഹുമാനത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ കല്യാണ വീട്ടിലും അങ്ങനെയുള്ള ഫംഗ്ഷനിലൊക്കെ മരണ വീട്ടിലൊക്കെ 1-2 വ്യക്തികൾ കയറി വരുമ്പോഴത്തേക്ക് ആ വീട്ടുകാരടക്കം അവിടെയുള്ള എല്ലാവർക്കും എന്ത് ക്രിട്ടിക്കൽ കാര്യങ്ങൾ നടക്കുമ്പോഴും അവർ വരുമ്പോ തന്നെ അവിടെ എന്ത് ചെയ്യും? ഒരു അറ്റ്മോസ്ഫിയർ മാറും. പലപ്പോഴും നിങ്ങൾ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചില ആളുകൾ അവരുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. പലപ്പോഴും അവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും പലരെയും, പല സാഹചര്യങ്ങളെയും. അതേപോലെ തന്നെ അവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഒരു ഇമ്പാക്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ അത് അവർ ചെയ്ത കാര്യങ്ങളും അവരുടെ സംസാര രീതിയാണെങ്കിലും അവരുടെ പ്രവൃത്തികളാണെങ്കിലും ഒക്കെ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഒരു ഇംപ്രഷൻ കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവും. നമ്മുടെ മുന്നിൽ നമ്മുടെ മനോജ് സാർ ഇരിക്കുന്നുണ്ട്. മനോജ് സാറിന്റെ പ്രവൃത്തികള് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കുള്ളിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഇംപ്രഷൻസ് കൊണ്ട് നമ്മളത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനോജ് സാറിന്റെ ഹൈറാർക്കിയിൽ താഴോട്ട് കുറെ ഗ്രേറ്റ് ലീഡേഴ്സ് ഉണ്ട്. നമുക്ക് എല്ലാവരും 10 ലക്ഷം 50 ലക്ഷം 70 ലക്ഷം 80 ലക്ഷം ഒക്കെ വാങ്ങിയ ആളുകളുണ്ട് അല്ലെ. എല്ലാ ലീഡറും അവർക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഇമ്പാക്ട് ചെയ്യാനും ഇംപ്രഷൻസ് ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർ ലീഡേഴ്സ് ആണ്. ഇത് തന്നെയാണ് നമ്മുടെ ടീമിന് കൊടുക്കേണ്ടത്. നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യണം, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണം. നമ്മൾ മീറ്റിംഗിൽ വരുന്ന സമയത്ത്, നമ്മളെ കാണുന്ന സമയത്ത്, നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്തൊക്കെ അവർക്ക് ഒരു കോൺഫിഡൻസ് തരണം. കുഴപ്പമില്ല, ആ രീതിയിലേക്ക് നമ്മൾ വളരണം. അപ്പൊ നിങ്ങളത് ലീഡർ ആവുന്നില്ല. ഇനി ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുന്ന സമയത്ത്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് ഒരു ലീഡർ ആരാണെന്നുള്ളതാണ്. അപ്പൊ അത് വെച്ചാൽ ഇറ്റ് ഈസ് സംവൺ ഹു ക്രിയേറ്റ് ലീഡേഴ്സ്, നോട്ട് ഫോളോവേഴ്സ്. എപ്പോഴും നമുക്ക് വേണ്ടി ജാഥ വിളിക്കാൻ പറ്റുന്ന കുറെ ഫോളോവേഴ്സ് ഉണ്ടാക്കുന്ന ആളല്ല MLM ലീഡർ. നിങ്ങൾ MLM ചെയ്യുകയാണെങ്കിൽ നിങ്ങളെക്കാട്ടും കഴിവും കപ്പാസിറ്റി ഉള്ള ലീഡർമാരെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണ് MLM ലീഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് മുതൽ ചിന്തിക്കുക, നല്ല കഴിവും കപ്പാസിറ്റി ഉള്ള ആവശ്യമുള്ള ആളുകളെ തേടി അവരുടെ ലിസ്റ്റ് ഇട്ടിട്ട് അവരെ കണ്ട് നിങ്ങളുടെ അപ്ലൈൻ ലീഡറെ കൂട്ടിപ്പോയി സംസാരിച്ച് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തുടങ്ങണം. റിക്രൂട്ട് നടക്കുമ്പോൾ മാത്രമേ ടീം വളരുന്നു. ഇൻ MLM ലീഡേഴ്സ് സസ്റ്റെയിൻ യുവർ ബിസിനസ്. ഈ MLM എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ ലീഡേഴ്സ് ആണ് ബിസിനസ്സിനെ നിലനിർത്തുന്നത്, ഫോളോവേഴ്സ് അല്ല. നമുക്ക് ഒരുപാട് കസ്റ്റമർ ഉണ്ടാവും. ആ കസ്റ്റമർ അല്ല നമ്മുടെ ഈ ഒരു ബിസിനസ്സിനെ വളർത്തി എന്ത് ചെയ്യുന്നത്, നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കൂടെ വരുന്ന ലീഡേഴ്സ് ആണ് അല്ലെ. അതെപ്പോഴും ഓർമ്മിക്കുക. അപ്പൊ എന്തുകൊണ്ടോ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, ഫിയർ ആൻഡ് ഡൗട്ട്. നിങ്ങളുടെ ഉള്ളില് ചെറുതായിട്ടെങ്കിലും 1% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ പോകാൻ പേടിയായിരിക്കും. നിങ്ങള് ഗതികെട്ട് നിൽക്കുന്ന ആളുകളെടുത്ത് ഇനി ഇതിൽ കിടന്നോ മുട്ടുവേദന മാറും നടുവേദന മാറും എന്ന് പറയാൻ ഭയങ്കര ഉത്സാഹമായിരിക്കും. കാരണം എന്തുകൊണ്ടാ, അവര് നമ്മളോട് തിരിച്ചൊന്നും പറയൂല, നമ്മളൊന്നും ചോദിക്കൂല. അവർക്ക് ആവശ്യമാണ്, നിങ്ങൾക്കറിയാം. ആവശ്യക്കാരനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അത് ഇന്ന് മുതൽ മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യാ, നല്ല ആവശ്യക്കാരായ ആളുകളെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, ടീമിലേക്ക് റിക്രൂട്ട് ചെയ്യണം. അയാളാണ് MLM ലീഡർ. അതാണ് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളത്. എങ്ങനെ ഒരു നല്ല ലീഡർ ആകാൻ പറ്റും MLM? അടുത്തൊരു ടോപ്പിക്കാണ്.
MLM എങ്ങനെ ലീഡർ ആകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ നിലവിലുള്ള ലീഡേഴ്സുമായിട്ട് എന്ത് ചെയ്യുക, സ്ഥിരമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നു അല്ലെ, അവരെങ്ങനെയാണ് ഈ ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നത്, അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, അവരൊരു കോർ ടീം ഉണ്ടാക്കുന്നു, അവര് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു, അവർ NDOP കൊടുക്കുന്നു, അവർ BOP അവരുടെ ടീമിന്റെ സെപ്പറേറ്റ് നടത്തുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യുക, അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നടക്കാൻ പറ്റും നിങ്ങളെ ലീഡേഴ്സിന്റെ കൂടെ. ഇവിടെ പലപ്പോഴും തോറ്റുപോകാൻ എന്താ വെച്ചാല് നമ്മൾ പല മേഖലയിൽ നിന്ന് വന്ന ആളുകളായിരിക്കും, പല എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. ഇന്ത്യക്ക് പുറത്ത്, ഇന്ത്യക്കുള്ളിൽ പല കമ്പനികളിൽ ജോലി ചെയ്ത ആളുകളായിരിക്കും നമ്മുടെ കൂടെ വരുന്നുണ്ടാവും. വന്ന് ജോയിൻ ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ തന്നെ രാജാവ്, എന്ത് ചെയ്യാ, ഞാൻ എന്റേതായ വഴി വെട്ടി തെളിച്ച് പോകാന്ന് വിചാരിക്കും. ലീഡറെ അധപ്പതൻ അല്ലെങ്കിൽ ഒരു ദാരുണമായ ഒരു അന്ത്യം എന്ന് പറയുന്നത്, ഓൾറെഡി ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. ആളുകളെ എന്ത് ചെയ്യുക, 1 to 1 കൊടുക്കുക, അവരെ BOP സെന്ററിൽ എത്തിക്കുക, അതിനുശേഷം അവരെ NDOP സെന്ററിലേക്ക് എത്തിക്കുക, പിന്നീട് അവരെ RTPകളിലേക്ക് എത്തിക്കുക, പിന്നീട് അവരെ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിലേക്ക് എത്തിക്കുക, അവരെ ലീഡേഴ്സ് ആക്കി മാറ്റുക. ഇതാണ് MLM-ലുള്ള സിസ്റ്റം. അപ്പൊ അതിന് പകരം ഞാനും എന്റെ ടീമും മാത്രം മതി എന്നുള്ള രീതിയിൽ കാഴ്ചപ്പാട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ലീഡർമാരുണ്ടാവും. എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടാവും, ബയോട്രിപ്പിലുണ്ടാവും, നമുക്ക് കേരളത്തിലുണ്ടാവും. അത് എന്ത് ചെയ്യുമെന്ന് വെച്ചാല്, നമ്മൾ ഓൾറെഡി അതിനെ എപ്പോഴും MLM-ൽ പറയുന്നത് വെച്ചാൽ, എല്ലാ ലോക പ്രസിദ്ധരായ ആളുകളും പറയുന്നത് റീഇൻവെന്റിങ് ദ വീൽ എന്ന് പറയും. എന്ന് വെച്ചാല് ഈ ടയർ ഓൾറെഡി ഈ വീൽ ഉണ്ടല്ലോ, ടയർ ഓൾറെഡി ഒരുപാട് കാലത്തെ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. അത് BMW അതേപോലെ ഓഡിയും ടാറ്റയും ടൊയോട്ടയും ഒക്കെ മാരുതിയും ഒക്കെ ടയർ അല്ലെ, ബൈക്കിനാണെങ്കിൽ കാറാണെങ്കിൽ ടയർ യൂസ് ചെയ്യുന്നുണ്ട്. ടയർ എപ്പോഴും റൗണ്ട് ആയിരിക്കും, ഫിഗർ. ആ ടയറിന് നിങ്ങൾക്ക് കുറച്ച് വിദ്യാഭ്യാസം ഉണ്ട് അല്ലെങ്കിൽ വിവരമുണ്ട് എന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യും, ആ ടയറിനെ ചെത്തി മിനുക്കി സ്ക്വയർ ആക്കി ഇട്ടിട്ട് കാറിനിട്ട് കഴിഞ്ഞാൽ അത് ഓടുമോ? അത് ആ അവസ്ഥയായി പോകും നിങ്ങളുടെ ടീമിൻ്റെ. നിങ്ങളായിട്ട് എന്ത് ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിലവിൽ നടക്കുന്ന ആ ലീഡറെ ഫോളോ ചെയ്യാൻ പഠിക്കാനാണ്. രണ്ടാമത്തെ ഘടകം എന്ന് വെച്ചാൽ സെറ്റ് ഹൈ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഹാവ് ഹൈ എക്സ്പെക്ടേഷൻ. എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ലെവല് കൂട്ടി വെക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളും അതേപോലെ തന്നെ പ്രതീക്ഷകളും ഒക്കെ. അപ്പൊ നമുക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ എങ്ങനെയാ പറഞ്ഞതെന്ന് വെച്ചാല്, ഇപ്പം ഈ ഒരു ബോട്ടില് വെള്ളം അല്ലെ, ഈ ബോട്ടില് വെള്ളത്തില് ഒറ്റയടിക്ക് എനിക്ക് ഇത് കുടിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റും അല്ലെ, അതിന്റെ കപ്പാസിറ്റിയാണ്. ആ വെള്ളം ഞാനിങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അതിൽ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്നെ കൊണ്ട് എന്റെ കപ്പാസിറ്റി ആണത്, ആ വെള്ളം കുടിക്കുക എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോ ചെയ്യുന്നത് 100 BBക്ക് അപ്പുറത്തേക്ക് നമുക്ക് മനസ്സിൽ ആഗ്രഹമില്ല. 100 BB ലെഫ്റ്റ് റൈറ്റ് വന്നാൽ മതി. എത്ര കിട്ടും? 6,800 രൂപ കിട്ടും. അതിനപ്പുറത്തേക്ക് ആഗ്രഹമേ ഇല്ല. അതേ സമയത്ത് ഞാൻ ഒരു ബക്കറ്റ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും ഞാൻ വിജയിച്ചു എന്നുള്ളത്. അതേപോലെ നമ്മൾ അവയർനെസ് ബോണസ് 1000 PB ലെഫ്റ്റും റൈറ്റിലും മാച്ചിങ് സമയത്ത് ഒരു കട്ട് ഓഫിൽ നമുക്ക് 8,850 രൂപ കിട്ടും. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, 8,850 രൂപയാണോ വലുത്, 6,820 ആണ് വലുത് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ഈ നമ്മുടെ പല ലീഡേഴ്സിനും എന്നെ കൂടി ചേർത്ത് വെച്ചിട്ടാണ്, ഞാൻ അടങ്ങുന്ന ലീഡേഴ്സിന് എന്തില്ല, വ്യക്തമായ ബോധ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ടീം ഡെവലപ്മെന്റ് വളരെ കുറഞ്ഞു പോകുന്നത്. അത് മാറ്റി പിടിക്കുക എന്നുള്ളതാണ്. കുറച്ചും കൂടി ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൈ എക്സ്പെക്ടേഷനോട് കൂടിയിട്ട് വേണം ഈ ബിസിനസ്സിനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാണാത്തത് കൊണ്ടാണ് നമ്മളെപ്പോഴും ഷായി സാർ കോഴിക്കോട് എപ്പോഴും ഒരു ഉണ്ട കിട്ടി ഇനി അടുത്ത ഉണ്ട കിട്ടുന്നവരെ കാത്ത്. അപ്പോഴത്തേക്ക് പിക്കപ്പ് സെന്ററിൽ നിന്ന് കടമെടുത്ത പ്രൊഡക്റ്റ് സാധാരണ അദ്ദേഹത്തിന് വിൽക്കാൻ വേണ്ടി പ്രൊഡക്റ്റ് ഉണ്ടാവില്ല, അദ്ദേഹം വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും അല്ലെ ടീമില്. അപ്പൊ ആ ഒരു എന്ത് ചെയ്യാ, ഞാനും അതിൽ മോശക്കാരനൊന്നുമല്ല, നിങ്ങളെ പോലെ തന്നെയാണ്. അപ്പൊ ആ ചിന്ത മാറ്റി വെക്കുക. എന്നിട്ട് ഇന്ന് മുതലെങ്കിലും ചിന്തിക്കുക, ഫാമിലി ബോണസിനെക്കാട്ടും വലുത് അവയർനെസ് ബോണസ് ആണ്. അവയർനെസ് ബോണസ് കിട്ടണമെങ്കിൽ ടീമിൽ എന്ത് ചെയ്യണം, 1000 BB ലെഫ്റ്റും റൈറ്റിൽ നടക്കണം. അല്ലെങ്കിൽ പവറിൽ എന്ത് ചെയ്യണം, നല്ല സെയിൽസ് നടക്കണം. അല്ല എപ്പോഴും രണ്ട് സൈഡും ഒരുപോലെ വാഷ് ഔട്ട് എന്താ പറയുക മാച്ച് ചെയ്ത് പോകുന്ന ആളുകൾ ഉണ്ടാവും പലരും. അത് വെച്ചാല് അവർക്ക് ഒരിക്കലും ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം പവർ ഇല്ലെങ്കിൽ ഈ ബിസിനസ് മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാ, നല്ല പവർഫുൾ ആയ ലീഡറായി മാറണമെങ്കിൽ ചിന്ത മാറ്റം വേണം. ഇഫ് ദ ലീഡർ ഗെറ്റ് സോഫ്റ്റ്, അതേപോലെ തന്നെ ലീഡർ വളരെ സോഫ്റ്റ് ആണെങ്കിൽ, വളരെ എന്താ പറയാ, നമ്മൾ പറയില്ലേ വ്യക്തമായ ധാരണയില്ലാതെ നടക്കുന്ന ലീഡർമാരുണ്ടാവും, ഇങ്ങനെ തള്ളി പോകുന്ന ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ലീഡേഴ്സ് ആവുന്ന സമയത്ത് ടീം അതിനെക്കാട്ടും വീക്കായിരിക്കും. പണ്ടേ ഗർഭിണി
എന്താ പറയാ, പണ്ടേ ദുർബല ഇപ്പൊ ഗർഭിണി, അങ്ങനെ അതൊരു ചൊല്ലില്ല. അതേ അവസ്ഥയായിരിക്കും ടീമിൻ്റെത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, അത് നമ്മളായിട്ട് എന്ത് ചെയ്യണം, മാറ്റിയെടുക്കണം നമ്മുടെ ടീമിന്റെ കാര്യത്തില്. അതേപോലെ ഒരുപാട് ടെക്നോളജി ബന്ധപ്പെട്ടിട്ട് ഓൺലൈനിൽ, സ്റ്റാറ്റസിൽ, അതേപോലെ ഫേസ്ബുക്കില്, ട്വിറ്ററില്, അങ്ങനെ വേണ്ട എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കരമായ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന ആളുകൾ ഉണ്ടാവും. നമ്മളത് കാണുന്ന സമയത്ത് നമ്മൾ ഇവര് പറക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ ഇവർക്ക് വരുമാനം വന്നിട്ട് 3 മാസമായിട്ടുണ്ടാവും. ഇതിന്റെ റിയാലിറ്റി എന്താ വെച്ചാൽ, ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കുന്ന ആളുകൾക്ക് മാത്രമേ എന്തുണ്ടാവും, ടീമും വരുമാനം ഉണ്ടാവുന്നുണ്ട്. അല്ലാണ്ട് വീട്ടിലിരുന്നിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടല്ലേ, ഉള്ള പണിയെടുക്കുന്ന സമയത്ത് വേറെ പണിക്ക് പോകും, എന്നിട്ട് അവിടെ ഓഫീസിൽ സമയം കിട്ടുന്ന സമയത്ത് സ്റ്റാറ്റസ് ഇടും. തൃശ്ശൂർ പ്രോഗ്രാം, കണ്ണൂർ പ്രോഗ്രാം, കലപ്പറമ്പ് പ്രോഗ്രാം. ഈ സ്റ്റാറ്റസ് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. പണിയെടുക്കുന്ന ആളുകൾക്ക് മാത്രമേ ഒരു MLM ലീഡർ ആകാൻ പറ്റൂ. ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കണം. അപ്പൊ ടെക്നോളജീനെ ഒരുപാട് സ്നേഹിച്ചത് കൊണ്ട് ഒരാളും MLM ലീഡർ ആവില്ല. ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കുകയും ചെയ്യണ്ട, ഇത് അതിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. MLM ഈസ് ഓൾ അബൌട്ട് കണക്ടിങ് ആൻഡ് വർക്കിംഗ് വിത്ത് പീപ്പിൾ എന്നാണ്. ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പീപ്പിൾ ഓറിയന്റഡ് ബിസിനസ് ആണ്. അത് ആളുകളെ കണക്ട് ചെയ്യുന്നതും ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള ബിസിനസ്സാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അയാൾ വന്നിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടും എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും പ്രായോഗികമായിട്ട് നടപ്പിലാവില്ല. നമ്മളവരെ കൂടെ വേണം. അവരെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവര് നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പ്രോസസ്സസ് ഡോണ്ട് ഡു വർക്ക്, പീപ്പിൾ ഡു. എന്തുകൊണ്ടാ വെച്ചാൽ, നിങ്ങളൊരു എന്താ പറയാ, നമ്മുടെ ബാക്കിയുള്ള എല്ലാ കമ്പനികളിലും ഒരു വ്യക്തമായ ഒരു പ്രോസസ് ചാർട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ആളുകൾ എന്ത് ചെയ്യും, രാവിലെ മുതൽ 8 മണി വരെ ഷിഫ്റ്റിൽ ഇങ്ങനെ പണിയെടുക്കും ആളുകൾ. 8 മണി കഴിയുമ്പോൾ 8 മണിക്ക് ശേഷമാണെങ്കിൽ ഫോർമാൻ എന്ത് ചെയ്യും, അത് സെറ്റ് ചെയ്തിട്ട് ഓവർ ടൈം സെറ്റ് ചെയ്യും. 2 മണിക്കൂർ ഓവർ ടൈം, 3 മണിക്കൂർ ഓവർ ടൈം ഉണ്ട്. അദ്ദേഹത്തിന് അതെന്ത് ചെയ്യും, HR റിപ്പോർട്ട് പോകുന്ന സമയത്ത് ഈ മാസം സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആബ്സെന്റ് ഉള്ള ദിവസങ്ങൾ കട്ട് ചെയ്യും. ആബ്സെന്റ് ഇല്ലാത്ത ദിവസങ്ങളിൽ പിന്നെ അവിടെ നോർമൽ സാലറി കൊടുക്കും. OT ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓവർ ടൈം ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കും. അല്ലെ, സാധാരണഗതിയിൽ എല്ലാ കമ്പനികളും നടക്കുന്നതാണ്. അതൊരു പ്രോസസ്സാണ് നടക്കുന്നത്. അല്ലെ, അവിടെ എന്തില്ല, കമ്മിറ്റ്മെന്റുകളൊന്നും ഉണ്ടാവില്ല. 10 പേരുണ്ടെങ്കിൽ 2 പേരെ ഉണ്ടാവും ഉത്തരവാദിത്തത്തിൽ എടുക്കുന്നത്. നമ്മൾ സ്കൂൾ എടുത്ത് നോക്കിയാൽ മതി. സ്കൂളിൽ ടീച്ചർമാരുണ്ടെങ്കിൽ 10 ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ 2 ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്വത്തിന്റെ പുറത്തായിരിക്കും സ്കൂൾ നടന്നു പോകുന്നുണ്ടാവും. ബാക്കി 8 ടീച്ചർമാരും ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളായിരിക്കും. നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. അതേപോലെ ഒരു ഓഫീസിൽ എടുത്തു നോക്കിയാൽ 10 സ്റ്റാഫ് ഉണ്ടെങ്കിൽ 2 സ്റ്റാഫിന്റെ കഴിവും കപ്പാസിറ്റിയും ആയിരിക്കും ആ കമ്പനി നടന്നു പോകുന്നുണ്ടാവും. എവിടെയും അങ്ങനെയാണ്. അതിനാൽ പറയുക 80-20 റേഷ്യോ എന്ന് പറയും. നമ്മൾ 10 പേരുണ്ടെങ്കിൽ 8 പേര് എന്ത് നോർമൽ ആയിരിക്കും, 2 പേര് എക്സ്ട്രാ ഓർഡിനറി ഉണ്ടാവും എവിടെയും. ആ 2 പേരെ കണ്ടെത്താന്നുള്ളതാണ് നമ്മളെ എന്ത് ചെയ്യുക, നമ്മുടെ ഉത്തരവാദിത്വം ഉള്ളത്. ആ 2 പേരെ എന്ത് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പൊ ടീമിലേക്ക് എന്ത് ചെയ്യും, റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പ്രോസസ്സ് ഇവിടെ വർക്ക് ചെയ്യൂല, പീപ്പിൾ, ജനങ്ങൾ മാത്രമേ വർക്ക് ചെയ്യൂ. അപ്പൊ ജനങ്ങളെ ചേർത്ത് പിടിക്കണമെങ്കിൽ, ജനങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്മാരാണ് അല്ലെ, മനുഷ്യരെ ചേർത്ത് പിടിക്കണമെങ്കിൽ ആദ്യം ലീഡർക്ക് മനുഷ്യത്വം ഉണ്ടായിരിക്കണം. അപ്പൊ എല്ലാം എന്താണ്, ഞാൻ കഴിഞ്ഞ 2 ദിവസം മുന്നേ പറയുന്നു, സെയിൽസിന് പോകുമ്പോഴും ഫോളോ അപ്പിന് പോകുമ്പോഴും നമുക്ക് ചിന്ത വേണം, എന്റെ മുന്നിൽ നിൽക്കുന്നത് മനുഷ്യനാണെന്നല്ലോ. മനുഷ്യത്വം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്നും മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. അപ്പൊ നല്ല മനുഷ്യരായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മൾ എന്ത് ചെയ്യണം, ഒരു MLM ലീഡർ ആണ് എന്ന് തോന്നിക്കുന്ന തരത്തിലേക്ക് മാറ്റണം. പല പ്രോഗ്രാമിലും കാണാം, നല്ല 10 ലക്ഷം വാങ്ങിക്കുന്നുണ്ട്, 25 ലക്ഷം വാങ്ങിക്കുന്നുണ്ട്, 30 ലക്ഷം വാങ്ങിക്കുന്നുണ്ട്, 50 ലക്ഷം വാങ്ങിക്കുന്നുണ്ട് പറയും. അപ്പൊ പ്രോഗ്രാം സെന്ററിലേക്ക് വരുന്ന സമയത്ത് ഇവരെ എന്തായിരിക്കും, ഇവരെ കാണുന്ന സമയത്ത് ഇവരുടെ ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യും നമുക്ക് മനസ്സിലാവില്ല. 10 ലക്ഷം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള സംശയമായിരിക്കും. കാരണം ആ കോളത്തിലേക്ക്, ആ ഹാളിലേക്ക് വരും. അതാദ്യം മാറ്റം. ജെൻസ് ആണെങ്കിൽ നല്ല വൃത്തിക്ക് ഒരു MLM ചെയ്യുന്ന ഒരാളെ നമ്മൾ ബസ് പോകുമ്പോൾ റോഡ് സൈഡിൽ നിൽക്കുന്ന കണ്ടാൽ മനസ്സിലാവും, ഒരു വേഗം നോക്കി നിൽക്കുന്നുണ്ട്, അദ്ദേഹം ഏതോ ഒരു MLM ചെയ്യുന്ന ആളാണെന്നുള്ളത്. കാരണം അദ്ദേഹം ഷൂട്ടിലുണ്ടാവും, ഇൻസൈഡ് ആക്കിയിട്ടുണ്ടാവും, ഒരു വ്യക്തമായൊരു നല്ല വേഗം ഉണ്ടാവും. ലേഡീസ് ആണെങ്കിൽ അതേപോലെ തന്നെയാണ്. അവർ നടക്കുമ്പോ എപ്പോഴും നട്ടല് നിവർത്തി നടക്കും. ഒരു ഡയറക്ട് സെല്ലിംഗ് ലീഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ഉള്ളിൽ എന്തുണ്ടായിരിക്കണം എന്നോ, കുറേയും കൂടി മറ്റുള്ളവരെക്കാട്ട് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. കാരണം സ്വന്തമായി ബിസിനസ് നടത്തുന്ന ഒരാളാണ് നമ്മൾ. അപ്പൊ ആ ബിസിനസ് ഓണർ നടക്കുന്ന പോലെ നമ്മൾ നടക്കണം. ഇന്നു മുതലെങ്കിൽ അങ്ങനെ നടക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നടന്നേ പറ്റൂ. നമ്മുടെ മാറ്റങ്ങളാണ് മറ്റുള്ളവർക്ക് ഇഷ്ടമാണ് നമ്മൾ മാറുന്നത്. നമ്മൾ നല്ല ഡ്രസ്സ് ധരിക്കുന്നത്, നമ്മൾ ഇൻസൈഡ് ആക്കുന്നത്, നമ്മൾ നല്ല വാഹനം അപ്ഡേറ്റ് ചെയ്യുന്നത് ഒക്കെ ആളുകൾക്ക് ഇഷ്ടമാണ്.
നമ്മളോട് അവർ പറയില്ല. നമ്മളെ മുന്നിൽ നമ്മൾ ചിലപ്പോൾ തമാശയാക്കുമായിരിക്കും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് അത് ഇഷ്ടമാണ്. കാരണം അവർ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ ഒരു കാര്യം നമ്മൾ പറയില്ലേ, എനിക്ക് എന്ത് പറ്റില്ല, എനിക്കിത് നേടാൻ പറ്റില്ല, എന്റെ മക്കളിലൂടെ നടന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കൾക്കൊക്കെ നമ്മൾ നന്നാവുന്ന അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഇഷ്ടമാണ്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അവരത് പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജീവിതം കളയാൻ പാടില്ല എന്നുള്ളതാണ്. എന്ത് ചെയ്യാ, ഇന്ന് മുതൽ എന്ത് ചെയ്യാ, ഈ ഇരിക്കുന്ന ഇരുത്തം പോലും പലരും വീഡിയോ ഓഫ് ആക്കി ഇപ്പൊ തന്നെ. എന്തുകൊണ്ടാ? കംഫർട്ട് അവിടെയാണ്. വീണ്ടും പോയി ആളുകള്. എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നും ഉണ്ടാവില്ല. ആളുകള് സ്വയം തോന്നാത്ത കാലത്തോളം ആർക്കും ആരെയും നന്നാക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത്. പിന്നെ നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് എത്തുവാണെങ്കിൽ നല്ല ലീഡറും ചീത്ത ലീഡേഴ്സും ഉണ്ട് അല്ലെ. ഹിറ്റ്ലർ ലീഡറായിരുന്നു അല്ലെ, മഹാത്മാഗാന്ധി ലീഡറായിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് വരുന്ന കുറെ ആളുകളുണ്ട് അല്ലെ, ഒറ്റുകാരായിട്ട് വന്ന ലീഡർമാരുണ്ട്. അതേപോലെ തന്നെ ആളുകളെ പറ്റിച്ചു കൊണ്ടുപോയ കുറെ ലീഡർമാരുണ്ട്. എല്ലാ ലീഡർമാരാണ്, എല്ലാ രാഷ്ട്രീയത്തിലാണെങ്കിലും മറ്റുള്ള മേഖലകളിലാണെങ്കിലും എല്ലാത്തിലും ലീഡർമാരുണ്ട്, പല കാറ്റഗറികളിലും. ഒരു നല്ല ലീഡർ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോട്ടാണ്. ഇത് നെഗറ്റീവാണ്, എന്നാലും നമുക്ക് ആവശ്യം വരും. ഹാരി എസ് ട്രൂമാൻ എന്ന് പറയുന്നത് ഒരു അമേരിക്കയിലുള്ള മുൻ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത്, എ ലീഡർ ഈസ് എ മാൻ who has the ability to get other people to do what they don't want it to do and like it. എന്റെ കൂടെ ഇപ്പൊ ഇവിടെ മിനി മാഡം വന്നു, ഖദീജ മാഡം വന്നു, പവിത്ര സാർ വന്നു, മനോജ് സാർ വന്നു, എന്റെ കൂടെ വന്നു. അത് അങ്ങനെ ആഗ്രഹിക്കാറ് അല്ലെ, ഇതൊക്കെ എന്റെ ടീമിലായിരുന്നെങ്കിൽ ആഗ്രഹിക്കാറ്. എന്റെ കൂടെ വന്ന ഐഡിയ ഒക്കെ അടിച്ച് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞു, ഓക്കെ, ആ ചാപ്റ്ററുടെ ക്ലോസ് ആയി. അപ്പൊ അതിനുശേഷം എന്റെ ഉള്ളിലാണ് ആഗ്രഹമുള്ളത് ഇവര് എന്ത് ചെയ്യണം, ലീഡേഴ്സ് ആയിട്ട് മാറണം എന്നുള്ളത്. അവർക്കത് ഇഷ്ടമായിരിക്കില്ല. അവർക്ക് ആളുകളുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാനോ, 10 പേരെ വിളിച്ച് മീറ്റിംഗ് നടത്താനോ, ഒരു ഹോം മീറ്റിംഗ് നടത്താനോ, ഒരു BOPക്ക് ആളെ കൊണ്ടുവരാനൊന്നും ഇവർക്ക് ആഗ്രഹമില്ല. കാരണം ഇവരുടെ കംഫർട്ട് സോണിൽ ജീവിച്ചു പോകുന്ന ആളുകളാണ്. പക്ഷെ ഒരു MLM ലീഡർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, എന്റെ കൂടെ വന്ന ആളുകൾക്ക് ആഗ്രഹമില്ലെങ്കിലും എനിക്ക് ആഗ്രഹമുള്ള രീതിയിലേക്ക് അവരെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയണം. അപ്പോഴാണ് ടീം എന്ത് ചെയ്യും, വളരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മളെ കൂടെ ഐഡിയ അടിച്ച ഒരുപാട് ആളുകളുണ്ട്, പ്രൊഡക്റ്റുകൾ വാങ്ങിയ ഒരുപാട് ആളുകളുണ്ട് അല്ലെ. അവരടുത്തൊക്കെ പോയി ഇരുന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, അവർക്ക് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, 100% അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അവരെ വീട്ടിൽ വെച്ചിട്ട് 5-6 ആൾക്കാരെ വെച്ച് മീറ്റിംഗ് നടത്താൻ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ആവശ്യമാണ്, നമുക്ക് അറിവാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, അവിടെ പോയി ഇരുന്നിട്ട് അവരടുത്ത് പറയണം, നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ഒരു 10 പേരോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലെ. എല്ലാം ഒരു സ്കില്ലിന്റെ പുറത്താണ്. അവരെ ടാക്കിൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അവരോട് പറയണം, ഒരു 5-6 ആൾക്കാരാ, ചേച്ചി അല്ലെ ചേട്ടാ, ആദ്യം തന്നെ പോയിട്ട് സാറേ മേഡം ഒന്നും വിളിക്കണമെന്ന് ഞാൻ പറയാറില്ല, ഒരിക്കലും പറയാറില്ല. കാരണം ഒരു ഹൃദയം കൊണ്ട് അവരോട് അടുക്കാൻ നോക്കും. എന്നിട്ട് പിന്നെ ഇപ്പൊ ഇവിടെ ഖദീജ മേഡം എന്ന് വിളിക്കുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ അസ്വസ്ഥ ഉണ്ടാക്കും. അപ്പൊ എന്തെല്ലാം എത്താ എന്ന് ചോദിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ അടുപ്പുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴും എന്ത് ചെയ്യാ, അവർക്ക് എന്താണോ ഇഷ്ടം കേൾക്കാൻ ആ രീതിയിൽ. ചില ആളുകൾക്ക് മേഡം എന്ന് വിളിക്കുന്നതും സാറെന്ന് വിളിക്കുന്നതായിരിക്കും ഇഷ്ടമുണ്ടാവും. അപ്പൊ അവരെ മനഃപൂർവ്വം അങ്ങനെ തന്നെ വിളിക്കുന്നത്. ചില ആൾക്ക് അത് അവരെ ചേട്ടാ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യാ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അവരെ ടാക്കിൾ ചെയ്തിട്ട് അവരുടെ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ് നടത്താൻ പറ്റണം. ആ പറ്റുന്ന സമയത്താണ് നമുക്ക് വിജയങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഇത് നമ്മുടെ ആവശ്യത്തിനാണ് ശരിക്കല്ല, നമ്മളാണല്ലോ ഇത് ഏറ്റെടുത്തത്, നമുക്കാണ് വിജയിക്കേണ്ടത് എന്നുള്ളത് ഒരു ലീഡർക്ക് ആദ്യം ബോധം പെടണമെന്നാ. അതേപോലെ വായിക്കാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ്. നോട്ട് ഓൾ റീഡേഴ്സ് ആർ ലീഡേഴ്സ്. അത് 2 കാര്യങ്ങളാണ്. എല്ലാ വായനാ പ്രേമികളും വായിച്ച ആളുകളും ലീഡേഴ്സ് ആയിട്ടില്ല, പക്ഷെ എല്ലാ ലീഡേഴ്സും വായിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യാ, ഇന്ന് മുതൽ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒന്ന് പഠിച്ചെടുക്കാം. ഇനി അപ്ലൈനെ കുറ്റം പറയുന്ന ആളുകളുണ്ടാവും ഇഷ്ടം പോലെ. അപ്ലൈൻ ശരിയില്ല, അപ്ലൈൻ ആളെത്തുന്നില്ല, അപ്ലൈൻ പവർ തന്നില്ല, അപ്ലൈൻ വിളിച്ചിട്ട് വരുന്നില്ല, ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും എപ്പോഴും ഈ MLM-ലേക്ക് വരുന്ന സമയത്ത്. ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ മനഃപൂർവ്വമാണ്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്നാലും നമുക്കൊന്ന് നോക്കാം, ഒരു അപ്ലൈൻ ആരാണ്, അപ്ലൈൻ എന്താ ചെയ്യേണ്ടതല്ലോ. ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടതൊന്നുമല്ല. നന്നായിട്ട് MLM-നെ കുറിച്ച് ട്രെയിനിങ് കൊടുക്കുന്ന പല ലോകപ്രശസ്തരായ പല ട്രെയിനേഴ്സും കൊടുക്കുന്ന അതിൻ്റെ അകത്ത് നിന്ന് പിന്നെ ഒരു അപ്ലൈന്റെ റോൾ എന്താന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു അപ്ലൈൻ എന്തായിരിക്കണം എന്നുള്ളത് വെച്ചാല്, ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആ ടീമിന് ട്രെയിനിങ്ങും സപ്പോർട്ടും കൊടുക്കുന്ന ഉത്തരവാദിത്വം
അപ്ലൈൻ്റെതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു കൂട്ടായ്മയിൽ അത് കിട്ടുന്നുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ ട്രെയിനിങ്ങുകളും അതേപോലെ തന്നെ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. നല്ല സപ്പോർട്ട് സിസ്റ്റം മനോജ് സാർ എന്ത് ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ ഉടനീളം 14 ജില്ലകളിലും BOP സെന്ററുകളും 14 ജില്ലകളിലും ആയിരക്കണക്കിന് പിക്കപ്പ് സെന്ററുകളിലും എല്ലാ ജില്ലകളിലും എന്ത് ചെയ്തിട്ട് ഡിസ്ട്രിക്ട് ഓഫീസിനെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ടീമിലും കഴിവും കപ്പാസിറ്റി ഉള്ള ആളുകളെ വെച്ചിട്ട് എന്ത് ചെയ്യുന്ന ട്രെയിനിങ് നടത്തുന്നുണ്ട്. അതൊരു ലീഡറുടെ ഉത്തരവാദിത്തമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ത് ചെയ്യണം, നമ്മുടെ ടീമിന് ഇത് കൊടുക്കുന്നത്. മോട്ടിവേഷനും എൻകറേജ്മെന്റും ചെയ്യാന്നുള്ളത് ഒരു അപ്ലൈൻ ലീഡർ ഉത്തരവാദിത്തമാണ്. ബിസിനസ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക. കൂടെ വന്ന ആളുകൾക്ക് ഒരു NDOP വെച്ചിട്ട് അവരോട് ഇന്ന മാസം കൊണ്ട് ഇന്ന രീതിയിലേക്ക് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റണം, അവർക്ക് ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്ത് വെക്കണം. കാരണം 44 ഫാമിലി ബോണസ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തായ്ലൻഡിൽ പോകാമെങ്കിൽ ഈ 44 ഫാമിലി ബോണസ് എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക നിങ്ങളുടെ ടീമിൽ. അതിനെന്താ വേണ്ടത്, ആഴ്ചയിൽ 3 ഹോം മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ മിനിമം ഒരു 8 സെയിലെങ്കിലും കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. പക്ഷെ നടക്കുന്ന രീതിയിൽ ഹോം മീറ്റിംഗ് നടക്കണം. അങ്ങനെ നടക്കുന്ന സമയത്ത് ആ ടീമിന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. നിങ്ങളുടെ ലെഫ്റ്റ് റൈറ്റ് അല്ലേ, അവിടെ എന്ത് ചെയ്യുക, വളരെ വ്യക്തമായിട്ട് ആർക്കൊക്കെ പവർ ഉണ്ടോ, പവർ സൈഡ് ഉണ്ടോ, ആർക്കൊക്കെ ഇൻകം സൈഡിൽ ആളുകളുണ്ടോ, അതൊക്കെ കറക്റ്റ് എന്ത് ചെയ്യുക നോക്കി വെച്ചിട്ട് എവിടെ ഒരു 100 BB സെയിൽ വരുന്ന സമയത്ത് ഇന്ന ആളുകളൊക്കെ കിട്ടും. അപ്പൊ ആ 100 BB വെക്കുന്നതിന്റെ മുന്നേ അവരെ വിളിച്ച് പറയാം, നാളെ ഒരു 100 BB സെയിൽ നിങ്ങളുടെ പവറിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം സൈഡിൽ വരുന്നുണ്ട്. അപ്പൊ പവർ സൈഡിൽ ഒരു 100 BB വെക്കാനുള്ള പണി നോക്ക്, അല്ലെങ്കിൽ ഇൻകം സൈഡിൽ ഒരു 100 BB വെക്കാനുള്ള പണി നോക്ക് എന്നുള്ള രീതിയിൽ വലിയ മഹത്തായ കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട, സിമ്പിൾ ആണ്. എന്നിട്ട് എന്ത് അവരോട് പറയാം സെയിൽ വെച്ചോ. അപ്പൊ അവർക്ക് ഒരു ഫാമിലി ബോണസ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു അവയർനെസ് ബോണസ് കിട്ടാൻ വേണ്ടിയെങ്കിൽ ഒരു സെയിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കും അതിന്റെ വരുമാനം ഉണ്ടാവുമല്ലോ. സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു 3 മാസം കൊണ്ട് 6 മാസം കൊണ്ട് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം, ഒരു ടാർഗറ്റ് ഒക്കെ കൊടുത്ത് ഒരു ഗോൾഡ് കോയിനോ, ഇനിയിപ്പം ഓണം വരുന്നുണ്ട്, ഒരു പട്ട് സാരിയോ ഒരു മുണ്ട് ഷർട്ടോ ഒക്കെ എന്ത് ചെയ്യാ, ഒരു ക്രൈറ്റീരിയ പുതിയ ജോയിൻ ചെയ്ത് ഒരു ക്രൈറ്റീരിയ സെറ്റ് ആവുന്ന ഒരാൾക്ക് ഒരു മുണ്ടും ഷർട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓണത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പട്ടുസാരി വാങ്ങിക്കൊടുക്കുക. പട്ടുസാരിക്കൊക്കെ ഭയങ്കര 5000 10,000 വാങ്ങണ്ട, 1000 രൂപ 1500 രൂപ കിട്ടൂലേ. നിങ്ങൾക്ക് ഒരാൾ വന്ന് ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് 10,000 രൂപക്ക് മുകളിൽ വരുമാനം വരില്ലേ. അപ്പൊ എന്ത് ചെയ്യാ, ആ തരത്തില് ടീമിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാ, എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് നടത്തി ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ വന്ന ആളെ സഹായിക്കുക. ഇതാണ് ഒരു MLM ലീഡറുടെ റോള്, ഇമ്പോർട്ടന്റ് റോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ പലരും എന്ത് ചെയ്യുന്നുണ്ട്, പാലിക്കുന്നുണ്ടെന്നാണ്. നല്ലൊരു അപ്ലൈന്റെ ക്വാളിറ്റി എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നയിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. നമ്മളിപ്പോ ഇത്രയേറെ സംസാരിച്ചിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ആളുകളോട് സംസാരിക്കാൻ, 1 to 1 കൊടുക്കാൻ, അല്ലാണ്ട് സ്റ്റേജിന്റെ മുകളിൽ 1000 ആളുകളോട് സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും വേണമെന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഒന്ന് വീഡിയോ ഒക്കെ ഓണാക്കി ഇരുന്ന് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഇന്നലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1000 എക്സ്പീരിയൻസ് പറയാനുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്തോ പിന്നിലേക്ക് പിടിച്ചു വലിക്കാൻ അല്ലെ. പറഞ്ഞ ആളുകള് വീണ്ടും വീണ്ടും പറയും. എന്തുകൊണ്ടാ, അവര് ആ ഒരു കെട്ടുപൊട്ടുമെന്ന് പറയും. ആ ഒരു കെട്ടുപൊട്ടി അവർ ഫ്രീ ആയി. അതുപോലെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങളൊന്നും കൂടി ഉള്ളിൽ ഫ്രീ ആവും. ഹോം മീറ്റിംഗ് ഒക്കെ നിങ്ങൾ നടത്തുന്ന സമയത്ത് ലീഡർ വരുന്നതിന് മുന്നേ നിങ്ങൾ സംസാരിക്കും ആളുകളോട് ഒരു 5 മിനിറ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ അറിഞ്ഞുകൊണ്ട് പറയാ. ഉടുപ്പ് എന്ന് പറയുന്ന സാധനം മാറ്റി വെക്കുക. ഞാൻ എന്റെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ പിന്നെ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ആ ടീമിന്റെ ആവശ്യം വരുന്ന സമയത്തൊക്കെ നമ്മൾ അവൈലബിൾ ആയിരിക്കും. നമ്മൾ ആദ്യം എക്സ്പീരിയൻസ് ഉണ്ടാക്കണമെങ്കിൽ എന്നിട്ടാണ് നമ്മൾ ടീമിനോട് പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരാൾക്ക് പോലും പ്രൊഡക്റ്റ് കൊടുക്കുന്നില്ല, ഒരു രോഗിയെ കാണുന്നില്ല അല്ലെ. പലർക്കും മടിയാണ് രോഗിയെ കാണാൻ പോകും. രോഗിയെ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. രോഗികളാണ് ആദ്യം പ്രൊഡക്റ്റ് വാങ്ങുന്നത്. സെയിൽ ഉണ്ടെങ്കിലേ ടീമുള്ളൂ. 8 രോഗിയെ കാണുന്ന സമയത്ത് 2 ലീഡേഴ്സിനെ കാണണമെന്നേ ഉള്ളൂ. 80-20 പ്രിൻസിപ്പിൾ അത് എന്ത് ചെയ്യാ, എപ്പോഴും പാലിക്കണം. രോഗം വരാത്ത ആളുകളെ നോക്കി മനോജ് സാർ അടങ്ങുന്ന ആൾക്കാർ നടന്നിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു സൂം മീറ്റിംഗ് ഉണ്ടാവില്ല. ഈ പ്രൊഡക്റ്റ് വാങ്ങും 90% രോഗികളാണ് വാങ്ങുന്നത്, 10% ആരോഗ്യമുള്ള ആളുകളായി പ്രൊഡക്റ്റ് ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ലെവലിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഇന്ത്യയും കേരളവും വികസിച്ചിട്ട് ഒരു 10 കൊല്ലം കഴിയണം. നിങ്ങൾ വെൽനസിന്റെ ആളുകളായിട്ട്, വെൽനസ് മാത്രം വിൽക്കാൻ നടക്കുന്ന ആളുകളായിട്ട് മാറണമെങ്കിൽ ആ സമൂഹം ഇവിടെ എത്തിയിട്ടില്ല. ഇപ്പൊ നമ്മൾ പണ്ട് ഇവിടെ നവോത്ഥാനം നടത്തിയ ആളുകൾ നടത്തുന്ന അതേ പണിയിലാണ് നമ്മൾ ഉള്ളത്. ആളുകളുടെ വെൽനസ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് എന്ത് ചെയ്യാ, ബോധവൽക്കരണം നടത്തി കൊണ്ടുവരുന്നേ ഉള്ളൂ. നമ്മളിപ്പോ പണിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറ 10 വർഷം കഴിയുമ്പോൾ അവർ ഈസി ആയിട്ട് അവർക്ക് വിൽക്കാൻ പറ്റും.
അപ്പൊ ആ മേഖലയാണ്. അപ്പൊ നിങ്ങളിപ്പം തന്നെ വന്ന് ഒരു 10 ആൾക്കാർ വരുമ്പോൾ തന്നെ ഞാൻ രോഗിനെ കാണാൻ പോകില്ല, ഞാൻ ലീഡേഴ്സിനെ മാത്രമേ കാണൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ കൂടെ വന്ന ആളുകളുടെ കോൺഫിഡൻസ് പോകും, 100% പോകും. ഇപ്പൊ എന്ത് ചെയ്യാ, ഇതിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക? നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റില് അവർക്ക് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എക്സ്പീരിയൻസ് ആവും അല്ലെ. ആ എക്സ്പീരിയൻസ് നമ്മൾ എടുക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വേറൊരു ലീഡർ അടുത്ത് പോയിരിക്കും പറയാൻ പറ്റണം, എന്റെ കൂടെ വന്നാണ് അദ്ദേഹം ഇന്ന് 10 ലക്ഷം വാങ്ങി, അദ്ദേഹത്തിന്റെ കാറ് മാറ്റി ബെൻസാക്കി അല്ലെ, അദ്ദേഹം എന്ത് ചെയ്തു. ഇപ്പൊ മനോജ് സാറിന് പറയാൻ പറ്റും, ഷായി സാർ എന്റെ കൂടെ വന്നായിരുന്നു, അദ്ദേഹം 4000 സ്ക്വയർ ഫീറ്റിന്റെ വീട് എടുക്കുന്നു. ഞാനൊരു വീട് എടുത്തു ആദ്യം, ഞാനൊരു 8 സെന്റ് സ്ഥലം വേറെ എക്സ്ട്രാ വാങ്ങിച്ചു, ഞാനിപ്പോ ഒരു 30 സെന്റ് സ്ഥലം എക്സ്ട്രാ വാങ്ങിച്ചു എന്ന് മനോജ് സാറ് പറയുന്നത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്നാണ്. അല്ലാതെ ഗുജറാത്തിൽ ഒരു ലീഡർ ഉണ്ട്, അദ്ദേഹം ഇത് വന്നിട്ട് ഒരു കൊല്ലം കൊണ്ട് 1 കോടി നേടി. 1 കോടി നേടിയത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മക്കളെ കല്യാണം കഴിച്ചു, അദ്ദേഹം വീട് വെച്ചു എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് സുഖം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാം ലീഡേഴ്സ് എ ലീഡർ. ആ എക്സ്പീരിയൻസ് എന്ന് വേണം മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും ഒക്കെ. അതിനെന്ത് ചെയ്യണം, പട്ടി പണിയെടുക്കുന്ന പോലെ പണിയെടുക്കുന്ന പറയാം, എന്താ കഴുത പണിയെടുക്കുക അങ്ങനെയൊക്കെ പറയില്ല നമ്മള്. തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ കഷ്ടപ്പെടണം. അപ്പൊ മാത്രമേ നമുക്കൊരു ഭംഗിയുള്ള ഒരു ചിത്രശലമായിട്ട് മാറാൻ പറ്റുന്നതാണ്. ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് മാറുമെന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആളുകളെ പഠിപ്പിക്കാൻ പറ്റണം, പഠിക്കുക അല്ലെ, അതാണല്ലോ ഇതിന്റെ ഒരു മുദ്രാവാക്യം. അപ്പം അതിന് ഈസിയാണ്, നല്ല നല്ല ട്രെയിനേഴ്സ് ഒക്കെ പുറത്തുണ്ടാവും, അവരുടെ ക്ലാസ്സുകളൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക, കേൾക്കുക, മനസ്സിലാക്കുന്നവരാണ്. ഇതാണ് ഒരു അപ്ലൈൻ ലീഡറുടെ ഒരു റോൾ എന്ന് പറയുന്നത്. പ്രൊവൈഡ് ട്രെയിനിങ് റിസോഴ്സ്, സെറ്റിലിംഗ് റിയലിസ്റ്റിക് ഒരു ഗോൾ സെറ്റ് ചെയ്യുക, ടീമിൽ എന്ത് ചെയ്യുക, 1-to-1 കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. അക്കൗണ്ടബിലിറ്റി ഓഫർ ചെയ്യണം. അതായത് അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ ടീമിൽ ഇത്ര പേരുണ്ട്, ഈ ആഴ്ച ക്രൈറ്റീരിയ സെറ്റ് ആവുന്ന ഇത്ര പേരുണ്ട് അല്ലെ, ഈ ആഴ്ച 1 lakhലേക്ക് എത്തുന്ന ഇത്ര പേരുണ്ട്, അതേപോലെ തന്നെ 10 lakhലേക്ക് എത്തുന്ന ഇത്ര പേരുണ്ട്. അത് കറക്റ്റ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റണം. എല്ലാത്തിനും ഒരു കയ്യും കണക്കും ഉണ്ടാവുന്നറിയില്ല. അതുപോലെ ടീമിന്റെ ഒരു വ്യക്തമായ കണക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്റെ ടീമിൽ 6 മാസം കൊണ്ട് 1 കോടി ആവുന്ന ആളുണ്ട് എന്ന് മനോജ് സാറിന് പറയാൻ പറയണം. അദ്ദേഹം ഓൾറെഡി എപ്പോഴും സംസാരിക്കാറുണ്ട്, ഇന്ന ആളുകളൊക്കെ കോടീശ്വരന്മാരാകുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിനൊരു ധാരണ, ഒരു കണക്കുണ്ട്. അതേപോലെ ആയിരിക്കണം നമ്മളെ കൂടെ വന്ന ആളുകൾ. ഇപ്പൊ ഷായി സാറിന്റെ ടീമിൽ ഇപ്പൊ കുറെ ആളുകൾ, ഞാൻ എന്റെ അപ്ലൈനെ കുറിച്ച് പറയാണ്. അപ്പൊ അദ്ദേഹം ഒരു വ്യക്തമായ സ്ട്രാറ്റജി വെച്ചിട്ടുണ്ട്, ഇന്ന മാസം കൊണ്ട് ഇന്ന ആൾക്കാർ ഇത്ര ലക്ഷം വേണം, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളാണ് സെറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതേപോലെ നിങ്ങൾ ഓരോരുത്തർ നിങ്ങളുടെ ടീമിൽ എന്ത് ചെയ്യുക, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോള് വെച്ചുകൊണ്ട് ട്രെയിനിങ് സെറ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുക, ലെവലിൽ ഉയർത്തുക. അതേപോലെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ മാസം ഒരാള് 10 പേരെങ്കിലും റിക്രൂട്ട് ചെയ്യണം എന്ന് ഞാൻ ആസ് എ ലീഡർ എനിക്ക് എന്റെ ടീമിനോട് പറയാം, ഈ മാസം 10 പേരെ റിക്രൂട്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഞാൻ എന്ത് ചെയ്യണം, ആ ടീമിൽ ആരൊക്കെ റിക്രൂട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളെ അവരെ തേടി അങ്ങോട്ട് പോയി, അവരെ വീട്ടിൽ പോയി ഇരുന്ന്, അവരെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടത്തി, അവരെ കൂടെ 1-to-1 പോയി എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, റിക്രൂട്ട്മെന്റ് നടത്തണം. റിക്രൂട്ട്മെന്റ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഒക്കെ നടത്തുന്നുണ്ട് പല ടീമുകളും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, വീണ്ടും പൊടി തട്ടിയെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യുക. ലീഡിങ് ബൈ എക്സാമ്പിൾ, എപ്പോഴും സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളായിരിക്കണം അതിന്റെ റോൾ മോഡലും എക്സാമ്പിളും ഒക്കെ. ആ രീതിയിലേക്ക് എന്ത് ചെയ്യുക, കാര്യങ്ങൾ മാറ്റിയെടുക്കുന്നതാണ്. എപ്പോഴാണ് തോറ്റുപോകുന്നത് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് സ്വയം ഒരു മോട്ടിവേഷൻ ഇല്ലാതാവുന്ന അവസരം നമ്മൾ തോറ്റുപോകും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പോറാകുന്ന സമയത്ത് നമ്മൾ തോറ്റുപോകും. ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാതെ നിൽക്കുന്ന സമയത്ത് നമ്മൾ തോറ്റുപോകും. ഡ്യൂപ്ലിക്കേഷൻ നടക്കാണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ തോറ്റുപോകും. ഇതിങ്ങനെയല്ല സംസാരിക്കേണ്ടത്, ഇത് ഭയങ്കരമായിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ 4 കാര്യങ്ങള് നിങ്ങളുടെ ടീമിൽ നിങ്ങൾക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തോറ്റുപോകും. അപ്പൊ എന്ത് ചെയ്യണം, ഇതിനെ ഓവർകം ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് BOP-കൾ പോകുന്നത്, NDOP-കൾ പോകുന്നത്, ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കണമെങ്കിൽ ഫീൽഡിൽ ഇറങ്ങി സംസാരിക്കണം. പിന്നെ എന്താ പറയാ, വ്യക്തമായ നല്ല ട്രെയിനിങ്ങുകൾ എവിടെ കിട്ടും അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്യണം. ഡ്യൂപ്ലിക്കേഷൻ നടക്കേണ്ടത്, എന്നെക്കാളും കഴിവും കപ്പാസിറ്റി ഉള്ള ആളുകൾ എന്റെ ടീമിലേക്ക് വരാൻ വേണ്ടി ഞാൻ പണിയെടുക്കണം. ഈ 4 കാര്യങ്ങൾ നടക്കുമ്പോൾ എന്ത് ചെയ്യും, വളരെ ശക്തമായ ഒരു ടീം ഇവിടെ ഉണ്ടാവുന്നതാണ്. ഓർഡിക്കുന്നുണ്ടോ? സാറേ ധൈര്യമായിട്ട് പറഞ്ഞു. ഓക്കെ, 7 മണിയല്ലേ? അപ്പോ
സമ്മറി ആയിട്ട് പോവുക. വ്യക്തമായ ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം, സെൽഫ് മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം, നല്ലൊരു വിഷൻ ഉണ്ടായിരിക്കണം, ക്രിയേറ്റിവിറ്റി, പല ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ട് ടീമിൽ ക്രിയേറ്റിവിറ്റി കൂട്ടണം. ഇപ്പൊ തന്നെ ഓരോ കാര്യം വരുമ്പോഴും ജ്വല്ലറിക്കാർ അല്ലെ ആടി സെയിൽസ് ടെക്സ്റ്റൈൽസ് നടക്കും, അതേപോലെ അക്ഷയ തൃതീയ ജ്വല്ലറിക്കാർ കൊണ്ടുവന്ന സാധനങ്ങൾ അല്ലെ. അതുപോലെ നമ്മുടെ ടീമിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് നടന്നു പോകണം, ടൂർ പാക്കേജുകൾ, ചെറിയ ചെറിയ ടൂറുകൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടുള്ള കോൺടെസ്റ്റുകൾ, ഗോൾഡ് കോയിൻ കോൺടെസ്റ്റ്, അങ്ങനെയുള്ള പല ചെറിയ ചെറിയ കോൺടെസ്റ്റുകൾ വെക്കുക. എപ്പോഴും ടീമിൽ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഓണത്തിന് ഓണാഘോഷം അല്ലെ, അതേപോലെ ഇങ്ങനെയുള്ള പല പ്രോഗ്രാംസ് ഉണ്ടാവില്ലേ, എല്ലാത്തിനും എന്ത് ചെയ്യുക, ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്യുന്നതാണ്. എമ്പതി നേരത്തെ പറഞ്ഞ കാര്യമാണ്, മനുഷ്യത്വം ഉണ്ടാവുക. എന്റെ കൂടെ വന്ന ആളുകളൊക്കെ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് നമുക്ക് ആദ്യം ബോധ്യം വേണം. നമ്മൾ അവരെ ഒരു മനുഷ്യനായിട്ട് ട്രീറ്റ് ചെയ്യണം, ഒരു മെഷീനായിട്ട് കാണരുത് എപ്പോഴും. നമുക്ക് എന്താ പറയാ, നമുക്ക് ഫാമിലി ബോണസും അവയർനെസ്സും ബോണസും കിട്ടാൻ വേണ്ടി കൊണ്ടുവന്നതല്ല നമ്മുടെ കൂടെ വന്ന ആളുകൾ എന്നുള്ള ബോധം ഒരു ലീഡർക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ ഓരോരുത്തർ മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് കേരളത്തിൽ എന്തുണ്ടാവും, ഒരു സെക്കൻഡ് ഫേസിലേക്ക് പോകുന്ന സമയത്ത് ഒരു വലിയ തരംഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നതാണ്. എപ്പോഴും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവസരങ്ങളെ മാറ്റിയെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു ആകെ തുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തകൾക്ക് എന്തുണ്ടാവുക, വ്യക്തമായ ഒരു വ്യക്തത ഉണ്ടാവുന്നതാണ്. നിങ്ങളൊരു നല്ല ലീഡർ ആവുന്നതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകൾക്ക് ക്ലാരിറ്റി ഉണ്ടാകണം, നിങ്ങളുടെ സംസാരത്തിൽ ക്ലാരിറ്റി ഉണ്ടാകണം, നിങ്ങൾ പറയുന്നത് മറ്റുള്ള ആൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ പ്രവൃത്തിയിൽ ക്ലാരിറ്റി ഉണ്ടാക്കണം. ഒന്നും ഒളിച്ചു വെച്ച് ചെയ്യുന്ന ആളുകളായിരിക്കരുത് നിങ്ങൾ. അപ്പൊ ക്ലാരിറ്റി ഇൻ തോട്ട്, ക്ലാരിറ്റി ഇൻ സ്പീച്ച്, ക്ലാരിറ്റി ഇൻ ആക്ഷൻ, അതാണ് ലീഡർഷിപ്പിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ നിങ്ങൾ ഒരു ഗുഡ് ലീഡർ ആവും. പക്ഷെ പല ആൾക്കാർ നല്ല ഗ്രേറ്റ് ലീഡേഴ്സ് ആയിരിക്കും. ഗുഡ് വേറെയാണ്, ഗ്രേറ്റ് വേറെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഗ്രേറ്റ് ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം, ഈ 3 കാര്യങ്ങൾ, നിങ്ങളെ ചിന്തയാണെങ്കിലും, നിങ്ങളെ സ്പീച്ച് ആണെങ്കിലും, നിങ്ങളുടെ ആക്ഷൻ ആണെങ്കിലും, അതെന്ത് ചെയ്യണം, പ്യൂരിറ്റി ഇൻ തോട്ട്, പ്യൂരിറ്റി ഇൻ സ്പീച്ച്, പ്യൂരിറ്റി ഇൻ ആക്ഷൻ എന്നാണ്. നിങ്ങളുടെ സംസാരത്തിലും ചിന്തയിലും നിങ്ങളുടെ പവിത്രത ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ ഒരു ഗ്രേറ്റ് ലീഡർ ആയിരിക്കും. ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ശ്രദ്ധിക്കുക. വലിയ വിജയങ്ങളിലേക്ക് എത്താൻ ഓരോ ആളുകൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരും എന്തായിരിക്കണം, ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് ഒരു നല്ല നേട്ടങ്ങൾ കൈവരിച്ചിട്ട് ഒരു റോൾ മോഡലാണ് എപ്പോഴും. അപ്പൊ അതെല്ലാവർക്കും സാധിക്കട്ടെ. ബോറടിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. വിഷ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ, താങ്ക് യു മിനി സാർ. അപ്പോ ഇതുവരെ നമുക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം, പക്ഷെ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഒരു പ്രൊജക്ഷൻ ഉണ്ടാവണം. നമ്മള് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരു വിജയിച്ച വ്യക്തി ആവണമെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഈ നമ്മളെ ജീവിതത്തിലെ നമ്മുടെ സ്ട്രക്ചറിൽ വരുത്തണതിനെ പറ്റിയാണ് ഇന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബയോട്ടോറിയോ എന്ന കമ്പനിയിൽ വിജയിക്കുക എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ മോൾഡ് ചെയ്തെടുക്കാൻ നമുക്ക് മാത്രമേ സാധിക്കൂ. ഒരുപാട് മോട്ടിവേഷൻ കിട്ടിയത് കൊണ്ടൊന്നും സാധിക്കില്ല. അപ്പോൾ നിരന്തരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ, ഇവിടെ സൂചിപ്പിച്ചു, ഞായറാഴ്ചകളിൽ നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷെ ആരും കടന്നു വരുന്നില്ല, എന്തോ ഒരു മടി നമ്മളിലുണ്ട്. അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. നിരന്തരമായ പ്രാക്ടീസിലൂടെ മാത്രമേ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കുള്ളൂ. നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ വലുതാക്കണം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതില് ഇന്ന് സോം പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരൊന്നും ഇതുവരെ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ പങ്കെടുത്ത ആൾക്കാരായില്ല. നിരന്തരം പങ്കെടുത്തുകൊണ്ട് അവരുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് വളർന്നു വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളർന്നു വരാനുള്ള അവസരം ഇവിടെയുണ്ട്. അത് നിരന്തരം ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് സ്വന്തം ടീമിനെ സൂം ഇട്ടുകൊണ്ട് അതിൽ സംസാരിച്ചുകൊണ്ട് അതിനുള്ള അവസരമൊക്കെ ഉണ്ട്.
ഒരു പൈസ ചെലവാക്കാതെ ഒരു 40 മിനിറ്റ് നമുക്ക് സൂം നമ്മുടെ ടീമിന് എല്ലാ ദിവസവും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ സ്വയം ഒരു ലീഡറായി മാറാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ ഇവിടെ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തുക, സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുക. അപ്പം ഗ്രേറ്റ് മിനി സാർ ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് ഓരോരുത്തരുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്താൻ അദ്ദേഹത്തിന്റെ സ്പീച്ച് കൊണ്ട് സാധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. ഒരിക്കൽ കൂടി താങ്ക് യു. ഇന്ന് നമ്മുടെ ക്ലോസിംഗ് സെക്ഷനിലേക്ക് വരുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറാണ്. മനോജ് സാറ് എനിക്ക് തോന്നുന്നത് MLM ഫീൽഡില് ഇതുവരെ ഒരു 10 മാസം കൊണ്ട് ആരും 1 കോടി രൂപ വാങ്ങിയിട്ടില്ല. പലപ്പോഴും പണ്ടേ ക്രിക്കറ്റില് ഡബിൾ സെഞ്ചുറി അടിച്ച നമ്മുടെ കാര്യമൊക്കെ അദ്ദേഹം പറയാറുണ്ട്. ഇതുവരെ നേടാത്തൊരു സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തെ 10 മാസം കൊണ്ട് 1 കോടി മേടിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാർ. അതുകൊണ്ട് തന്നെ ഇത് ചരിത്രത്തിൽ എഴുതപ്പെട്ട ഇത് ഒരുപാട് MLM കമ്പനികൾ 10-20 വർഷമൊക്കെ റൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ 3, 4, 5 വർഷം കൊണ്ടാണ് 1 കോടി രൂപയൊക്കെ പല ലീഡേഴ്സിനും നേടാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു 10 മാസം കൊണ്ട് 1 കോടി വാങ്ങിച്ച നമ്മുടെ ഗ്രേറ്റ് ലീഡർ, അദ്ദേഹത്തെ പറ്റി നമ്മൾ നിരന്തരം മോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡറായി അദ്ദേഹം മാറിയിട്ടുണ്ട്. അതിനുള്ള അർഹത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇന്ന് നമ്മുടെ ഈ ഒരു സെക്ഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. മനോജ് സാർ. ഓക്കെ താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് പവിത്രൻ സാർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്നത്തെ സുപ്രഭാതം ധന്യമാക്കിയ നമ്മുടെ മിനീഷ് സാറിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ സബ്ജക്ട് ലീഡർഷിപ്പ് ആയിരുന്നു. ഓരോ ദിവസവും ഓരോ പുതിയ സബ്ജക്റ്റുകളായി വന്നുകൊണ്ട് ഇത് ഏറ്റെടുക്കുകയും വലിയ ലക്ഷ്യത്തോടു കൂടിയിട്ട് ജീവിത വിജയം നേടണം എന്നുള്ള ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് രാവിലെ 6 മണിക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഓരോ ലീഡേഴ്സും അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഗുണപ്രദമായ സബ്ജക്റ്റുകളാണ് നമ്മൾ ഓരോ ദിവസവും ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ വിജയിപ്പിക്കണം എന്ന ആഗ്രഹമുള്ള ലീഡേഴ്സ് നിങ്ങൾ വരുന്നതോടൊപ്പം നിങ്ങളുടെ ടീമിലുള്ള ആളുകളെയും വിളിച്ച് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെയും കൂടി ഈ സൂമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വിജയം നേടാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ തനിയെ ലീഡറായിട്ട് മാറിക്കോളും. അതിനുള്ള അവസരങ്ങൾ, അതിനുള്ള ട്രെയിനിങ്ങുകൾ ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പലരും അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇതെന്തോ ഒരു കർമ്മം ചെയ്യും പോലെ, ഇത് കയറണ്ടേ അല്ലെ, കയറിയില്ലെങ്കിൽ അപ്പലേയും വിളിച്ചു വെക്കും, എന്താ ഇന്ന് മീറ്റിംഗിൽ കണ്ടില്ലല്ലോ. അതുകൊണ്ട് ആർക്കോ വേണ്ടി കർമ്മം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറരുത്. മനസ്സിലായ? എനിക്ക് വിജയിക്കണം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയിട്ട് ഇതിനെല്ലാം കാണാനും കേൾക്കാനും ഏറ്റെടുക്കാനും തയ്യാറുള്ളവരാണ് യഥാർത്ഥ ലീഡർമാരായിട്ട് മാറുക. അപ്പൊ ഇവിടെ മിനീഷ് സാർ കുറെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അടിപൊളി ക്ലാസ് ആയിരുന്നു മിനീഷ് സാറിന്റെ ട്രെയിനിങ്. എപ്പോഴും ഒന്നിനൊന്ന് മെച്ചമുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് അദ്ദേഹം അവതരിപ്പിക്കുക. എപ്പോഴും ഞാൻ പറയുമ്പോൾ നമ്മുടെ ഒരു അഭിമാനമാണ് മിനീഷ് സാറ്. എവിടെ വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും പ്രോഗ്രാം ചെയ്യാനും അദ്ദേഹം തയ്യാറാണ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇനി മിനീഷ് സാറിന്റെ പ്രകടനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രൊഡക്റ്റ് ട്രെയിനിങ് ആയാലും NDOP ആയാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരുന്നതാണ്. ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിനുള്ള ഷെഡ്യൂളുകളൊക്കെ വരുന്നുണ്ട്. ഇനി വേറെ ലെവലിലാണ് നമ്മളിവിടെ അടിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഇന്നലെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റത്തോട് കൂടിയിട്ട് വേറെ ലെവലിലേക്ക്, വേറെ വൈബിലേക്ക് ബയോട്ടോറിയം മാറിയിരിക്കുക. നിങ്ങൾ എന്ത് സ്വപ്നങ്ങളായിട്ടാണോ ബയോട്ടോറിയത്തിലേക്ക് വന്നത്? നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു ഇല്ലേ? ഈ സുപ്രഭാതത്തിൽ ഇവിടെ കയറിയിരിക്കുന്നവര് ആരോഗ്യത്തിന് വേണ്ടി മാത്രം വന്നവരല്ല, ആണോ? അല്ല, നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് കുടുംബത്തെ എത്തിക്കണം, നല്ലൊരു ജീവിതം വേണം ഇല്ലേ? ഈ ജീവിതം എന്താ സന്തോഷിച്ച് ഇല്ലേ, ആർത്ത് അട്ടഹസിച്ച് ജീവിതം ഒരു മഹോത്സവമാക്കി മാറ്റണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി വന്നവരാണ്. അതൊന്നും ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുതിയ സംവിധാനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ സാഗർ ജോഷി സാറിന് കൺഗ്രാജുലേഷൻ. കാരണം നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ അദ്ദേഹം കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ സബ്ജക്ട് ലീഡർഷിപ്പാണ് അല്ലെ. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡർഷിപ്പ് ഇസ് നോട്ട് എ റാങ്ക്. നമ്മൾ റാങ്കുകൾ പറയാറുണ്ട് ഇല്ലേ? എനിക്ക് ഇന്ന റാങ്ക്, ഇന്ന കമ്പനിയിൽ ഇന്ന റാങ്ക് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട് അല്ലേ?
അങ്ങനെ ഒരു റാങ്ക് ഒന്നും അല്ല യഥാർത്ഥ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇനിയോ അതൊരു പൊസിഷനും അല്ല, അതൊരു അലങ്കാരവും അല്ല, അതെന്താ അത് നേടിയെടുക്കേണ്ടതുമല്ല, അല്ലെ? അല്ലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട, അത് നമ്മൾക്ക് സ്വയമേവ വന്നു ചേരും നമ്മുടെ പ്രവൃത്തിയിലൂടെ. നമ്മൾ അംഗീകരിക്കപ്പെടണം എന്നുള്ളതാണ് മറ്റുള്ളവർ. അപ്പോഴാണ് നിങ്ങൾ ലീഡറാവും. നിങ്ങൾ അംഗീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അംഗീകരിക്കപ്പെടണ ആദ്യം മിനീഷ് സാറ് പറഞ്ഞ ഭാഷയാണ്, ഒരു ഹ്യൂമാനിറ്റി ഉണ്ടാകണം. ഫസ്റ്റ് മനുഷ്യത്വം. മനസ്സിലായ? വന്നു ചേരുന്ന കൂടെ വന്ന് നിൽക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനുഷ്യത്വം കാണിക്കുന്നവരാണ് ആദ്യത്തെ ലീഡർ എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെട്ടാൽ തീർന്നു. പണത്തിന്റെ പുറകെ മാത്രം പോകുന്ന ആളുകളുണ്ട്, ഇല്ലേ? പണത്തിന്റെ പുറകെ പോകുന്ന ആൾക്ക് മനുഷ്യത്വം ഉണ്ടാവില്ല. അവന് പണം 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 എന്ന് മാത്രമാണ് അവന്റെ ചിന്ത. അവൻ ലീഡറേ അല്ല, ചില അഭിനയിക്കുക മാത്രമാണ് അവൻ. മനസ്സിലായ? അവനല്ല ലീഡർ. തിരിച്ചറിയാം. ഹ്യൂമാനിറ്റി, നമ്മുടെ കൂടെ വന്ന ആളുകളെ, നമ്മളെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കൂടെ വന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി സാധിക്കണം. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവനാണ് യഥാർത്ഥ ലീഡർ. മനസ്സിലായ? നിങ്ങൾ ചെറിയ ടീമാണ്, 4 പേരേ ഉള്ളൂ, മിനി സാറ് പറഞ്ഞ, അല്ലെങ്കിൽ 5 പേരേ ഉള്ളൂ, 10 പേരേ ഉള്ളൂ. അവരുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കണം. അപ്പൊ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരാളാണ് ലീഡറായിട്ട് മാറുക എന്നുള്ളത്. ആ ടീം, ചെറിയ ടീമുകൾ ചെറിയ ടീം, വലിയ ടീം വലിയ ടീം, അല്ലെ? 2 നാളിലോ 4, 8, 16 ആയത്. ഞാൻ വന്നപ്പോ ആരും ഉണ്ടായിരുന്നില്ലോ, ഞങ്ങൾ 3-4 പേരിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 3.5 ലക്ഷം 4 ലക്ഷം, ഇല്ലേ? 40 ലക്ഷവും 4 കോടിയും 40 കോടിയും ആകാൻ വേണ്ടി പോകുന്ന സമയം അതിവിദൂരമല്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഇപ്പൊ 2 പേരെ നിങ്ങൾക്കുള്ളൂവെങ്കിൽ, 4 പേരേ ഉള്ളൂവെങ്കിൽ നിങ്ങളായിരിക്കണം അതിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കേണ്ട. അവരുടെ വേദനകൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കണം. ലിസ്റ്റ് ഇടാൻ വേണ്ടി അവരുടെ വീട്ടിൽ ചെന്നിരിക്കണം. ഹോം മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കണം, വർക്ക്ഷോപ്പുകൾ കൊടുക്കണം. അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു ലീഡർ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. കോൺഫിഡൻസ്. നീ എന്റെ കൂടെ നിന്നാൽ ഞാൻ നിന്നെ വിജയിപ്പിക്കും. ഞാൻ 24 മണിക്കൂറിൽ 8 മണിക്കൂറും അല്ലെങ്കിൽ 5 മണിക്കൂറും ഞാൻ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവാ. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പോവാണ്. നിനക്ക് താല്പര്യമുണ്ടോ എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് നിങ്ങൾ ഒരു ലീഡർഷിപ്പിലേക്ക് തനിയെ നിങ്ങൾ അറിയാതെ ഉയരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അറിയാതെ നിങ്ങൾ ഉയരും. നിങ്ങളുടെ ടീം മെമ്പേഴ്സ് നിങ്ങളെ ലീഡർഷിപ്പിലേക്ക് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ ഉയർത്തും. കോൺഫിഡൻസ് കൊടുക്കുമ്പോൾ. കോൺഫിഡൻസ് വായ കൊണ്ട് കൊടുത്താൽ പോരാ കേട്ടാ. അവരെ വീട്ടിൽ ചെന്ന് ഇരുന്ന് ലിസ്റ്റ് തയ്യാറാക്കി അവർ പറയുന്ന ആളുകളുടെ വീടുകളിലേക്ക് പോയി, ഇല്ലേ, സംസാരിച്ച് സെയിൽസ് ക്ലോസ് ചെയ്ത് കൊടുക്കണം തുടക്കത്തിൽ. രണ്ടാളെ കാണിച്ചു വന്നിട്ട് ഈ രണ്ടാളെ നീ കാണിക്കുന്ന ആളൊന്നും ശരിയല്ല കേട്ടാ, നീ ഇത് ലിസ്റ്റ് ഒന്നും ശരിയാവില്ല, ഇതൊന്നും നടക്കണ പണിയല്ല, ഇനി എന്നെ വിളിക്കേണ്ട എന്ന് പറയുന്ന ലീഡർമാരുണ്ട്. എനിക്ക് എത്രയോ കോൾ വരുന്നുണ്ട്, സാറേ ഞാൻ പെട്ടുപോയി അദ്ദേഹത്തിന്റെ കൂടെ ചെന്നിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ 2 പേരെ കണ്ടപ്പോ അദ്ദേഹത്തിന് സെയിൽ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേറെ അപ്പുറത്ത് പോയി എനിക്ക് സെയിൽ കിട്ടുമായിരുന്നു, ഇപ്പുറത്ത് അവൾ മണി ഫാമിലിയിൽ നിന്ന് അടിക്കായിരുന്നു എന്നല്ല പറയുന്നത്. അവരെ കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട്, പോരായ്മകൾ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, കുറച്ചും കൂടെ പുതിയ ലിസ്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവരിലേക്ക് ചെന്ന് അവർക്ക് ആദ്യത്തെ ഒരു സെയിൽ നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അല്ലെ? പോയ അപ്ലൈ ലീഡറെ ചേർത്ത് കെട്ടിപ്പിടിക്കുമല്ലോ, അടിപൊളി സാർ അടിപൊളിയാന്ന്, ഇല്ലേ? അതാണ് ഒരു ലീഡർഷിപ്പ്. അങ്ങനെ ചെയ്തു കൊടുക്കണം തുടക്കത്തിൽ. അടുത്ത ആളുകൾ, അല്ലെ, ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക, അവരെ കൂടെ നിൽക്കുക, കോൺഫിഡൻസ് കൊടുക്കുക, ഹ്യൂമാനിറ്റി മനുഷ്യത്വപരമായിട്ട് സംസാരിക്കുക, സ്നേഹത്തോടെ. മിനീഷ് സാറോട് സൂചിപ്പിച്ചു, ഇല്ലേ, ഈ ലോകത്തെ തന്നെ മുന്നോട്ട് നയിക്കുന്നത് സ്നേഹമാണ്. സ്നേഹമാണ് അഖില സാരം മൊഴിയിൽ നിന്ന് കവി പാടിയിട്ടുണ്ട്, അല്ലെ? ഈ സ്നേഹമാണ് മുഴുവൻ നമ്മളെ ചേർത്ത് നിർത്തുന്നത്. വെറുപ്പും പകയും വിദ്വേഷവും നാശത്തിലേക്ക് മാത്രമേ നയിക്കുള്ളൂ, അല്ലെ? അതുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട്, സ്നേഹത്തിന് പല അർത്ഥങ്ങളുണ്ട്. ആ രീതിയിലേക്കൊന്നും ആരും പോയി കുടുംബം കലക്കാനൊന്നും പോയേക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് ആ രീതിയിലുള്ളതല്ല. അപ്പോ സ്നേഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടീമിൽ കോൺഫിഡൻസ് കൊടുക്കുക, അവർ നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുക്കുക, അവരെ 2 സെയിൽസ് ഉണ്ടാക്കി കൊടുക്കുക, അത് 4ആക്കാൻ വേണ്ടി അവരുടെ കൂടെ നിൽക്കുക. അപ്പൊ അവര് നമ്മളെ ലീഡറായിട്ട് അംഗീകരിക്കുന്നുള്ളതാണ്. മനസ്സിലായോ? ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം ഏറ്റെടുക്കണം. സ്റ്റാർട്ട് യുവർ സെൽഫ്. നിങ്ങളാണ് നിങ്ങളുടെ ലീഡർ. എല്ലാവരുടെയും ഉള്ളിൽ ലീഡർഷിപ്പ് ഉണ്ട്. മനസ്സിലായില്ലേ? ഒരാളും മോശക്കാരല്ല. അത് പുറത്തേക്ക് എടുക്കുന്നില്ല. അവര് വരട്ടെ ഇവര് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. തുടക്കത്തിൽ ഉപയോഗിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ചെയ്യണം. ഞാൻ പറയാം, എന്റെ സ്പോൺസറാണ് ആന്റണി ബോട്ടി സാർ. ആന്റണി ബോട്ടി സാറിനെ കൊണ്ട് ഞാൻ ഒരു സ്ഥലത്തും ഈ കൺസെപ്റ്റ് പറയാൻ പോയിട്ടില്ല. ഒരു സ്ഥലത്തും പോയിട്ടില്ല. ഒരു സ്ഥലത്തും അദ്ദേഹം വന്നിട്ടില്ല. ഞാൻ നിർബന്ധിച്ചിട്ടുമില്ല. വിരോധം കൊണ്ടല്ല കേട്ടാ. ഞാൻ പറഞ്ഞു, സാറിന്റെ പണി ചെയ്തോളൂ, ഞാൻ എന്റെ പണി ചെയ്തോളൂ സാറേ എന്ന് പറഞ്ഞു. മനസ്സിലായ? അങ്ങനെ ഒരു ആവശ്യം വേണ്ടി വന്നിട്ടില്ല. ഞാൻ നന്നായിട്ട് ഇത് പഠിച്ചു.
എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു, ആവശ്യമല്ല അത്യാവശ്യം. സാർ ഇവിടെ പറയും പോലെ റോക്കറ്റിന്റെ കഥ പറഞ്ഞാൽ റോക്കറ്റിന് മൂട്ടിൽ തീ കൊടുത്ത് അതിങ്ങനെ പോകും മുകളിലോട്ട് ഇല്ലേ? അതുപോലെയാണ് എന്റെ അവസ്ഥ ഉണ്ടായിരുന്നത്. നിങ്ങളെല്ലാം കംഫേർട്ട് സോണിലാണ്. ഈ കംഫേർട്ട് സോണിൽ ഇരിക്കുന്നവർക്കൊന്നും അച്ചീവർ ആവാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായ? വിജയിച്ച ആളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കോളൂ. എല്ലാം തകർന്ന തരിപ്പണമായ ആൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എളുപ്പത്തിൽ. നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞു, കുറച്ച് സ്പീഡ് കുറയും അല്ലേ? സക്സസ് ആരെയാ ലവ് ചെയ്യുന്നത്? സ്പീഡിനെയാണ്. സക്സസ് ലവ് സ്പീഡ് എന്നാ പറയാ. സ്പീഡിലെടുത്തേക്ക് വേഗം സക്സസ് ഓടി വരും. മനസ്സിലായോ? നല്ല പുഷ്പങ്ങളിലെടുത്തേക്ക് പൂമ്പാറ്റകൾ ഓടി വരും പോലെ ആരാണോ സ്പീഡിൽ പോകുന്നത് അവരെ തേടി സക്സസ് വരും. നിങ്ങൾ മെല്ലെയാണ് പോകുന്നതെങ്കിൽ സക്സസ് വരില്ല കേട്ടാ. സക്സസ് അവിടെ നോക്കിക്കൊണ്ടിരിക്കും. സക്സസ് ലവ് സ്പീഡ്. അതുകൊണ്ട് സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ്. സ്പീഡ് കൂട്ടാൻ ഇത്രയേ ഉള്ളൂ. എന്താ സ്പീഡ് കൂട്ടാൻ? ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ ചെയ്യണം. മനസ്സിലായ? ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ ചെയ്യണം. ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ടിവിയും കണ്ടുകൊണ്ട് അവിടെ നല്ല മഴയാ കേട്ടാ. ഓൺലൈനിൽ കയറി ഓർഡർ കൊടുക്കുക. കുറച്ച് ഫിഷ് വരട്ടെ, കുറച്ച് ചിക്കൻ വരട്ടെ, അതൊക്കെ വാങ്ങിയിട്ട് വൈഫിന്റെ അടുത്തിരുന്ന് കുശലം പറഞ്ഞ് അവിടെ ഇരുന്നാൽ ഇന്നത്തെ ദിവസവും തീർന്നു. ഇന്നത്തെ ദിവസം ഇനി ജീവിതത്തിൽ കിട്ടില്ല. ഇന്നലത്തെ ദിവസം ഇനി ജീവിതത്തിൽ കിട്ടില്ല. കഴിഞ്ഞ മാസം ഇനി ജീവിതത്തിൽ കിട്ടില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് പുഷ് യുവർ സെൽഫ്, സ്റ്റാർട്ട് യുവർ സെൽഫ്. അപ്പോഴാണ് നിങ്ങൾ ലീഡർ ആവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്വയം തയ്യാറായിട്ട് മുന്നോട്ട് വരണം അല്ലേ? ലീഡർഷിപ്പ് ഇസ് എ പവർ. അതൊരു പവറാ. മനസ്സിലായ? ലീഡർഷിപ്പ് എന്ന് പറഞ്ഞൊരു പവർ തന്നെയാണ്. അത് അനുഭവിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ സുഖം മനസ്സിലാവുള്ളൂ. പവർ ഈസ് നോട്ട് എ ലീഡർഷിപ്പ്. വലിയ പവർ ഉണ്ടായാൽ ലീഡർഷിപ്പ് ഒന്നും ആവില്ല, ആരും അംഗീകരിക്കൂല കേട്ടാ. ചില ആളുകളുണ്ട് ഞാനാണ് ലീഡർ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളുകളുണ്ട്, മസിലൊക്കെ പിടിച്ചിട്ട്. പക്ഷെ അവരൊന്നും ജനഹൃദയങ്ങളിൽ അവർക്ക് സ്ഥാനം ഉണ്ടാവില്ല. അവരെ കാണുമ്പോൾ ഹായ് ഹായ് എന്നൊക്കെ പറയും ആൾക്കാർ അല്ലേ? ലീഡർഷിപ്പ് ഈസ് എ പവർ, ബട്ട് പവർ ഈസ് നോട്ട് എ ലീഡർഷിപ്പ്. ഇതാണ് മിനീഷ് സാർ പറഞ്ഞതിന്റെ ആ ഒരു ചുരുക്കം. അതുകൊണ്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക ടീമുമായിട്ട്. ടീമിന് എപ്പോഴും കോൺഫിഡൻസ് കൊടുക്കുക. അതേപോലെ തന്നെ ടീമുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. ടീമിനെ ചേർത്ത് പിടിക്കുക. സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോം മീറ്റിങ്ങുകൾ. ഹോം മീറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ സക്സസ് ആകുക ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹോം മീറ്റിങ്ങുകൾ ഒരാഴ്ചയിൽ 3-4 ഹോം മീറ്റിംഗ് വെച്ചാൽ 3 ഹോം മീറ്റിംഗ് 4 ഹോം മീറ്റിങ്ങുകൾ വെക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു 3 ഫാമിലി ബോണസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി. ഹോം മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക എല്ലാവരും. 4 ഹോം മീറ്റിംഗ് വെച്ചാൽ എന്തായാലും 2 ഫാമിലി ബോണസ് ഉറപ്പാണ് മിനിമം. ചിലപ്പോൾ 4 ഫാമിലി ബോണസ് ആവുന്നത്. 4 ഫാമിലി ബോണസ് എന്ന് പറഞ്ഞാൽ എത്രയും 4 24 4 8 32 അല്ലെ? ശരിയല്ലേ? ഒരു 30,000 രൂപയില്ല. 24 32 അല്ലേ? 27 28 രൂപയായി. ഞാൻ റൗണ്ട് ഫിഗർ പറഞ്ഞതേ ഉള്ളൂ. ഒരാഴ്ച 30,000 വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാനുള്ള അവസരം ഉണ്ടെന്ന്. സിമ്പിൾ അല്ലേ? ഇങ്ങനെ നമ്മളൊരു ക്രിയേറ്റിവിറ്റിയിലേക്ക് നമ്മൾ സ്വയം മാറാതെ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. മുകളിലോട്ട് നോക്കിയിട്ട് അപ്പേ ശരിയല്ല, മറ്റവൻ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ വർക്ക് ചെയ്യാതെ ഉണ്ടോ? എന്റെ അപ്ലൈനെ ഞാൻ ഒരിക്കലും കുറ്റം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല, എന്റെ അപ്ലൈന്റെ ഒരു സഹായം ഇല്ലാതെ തന്നെയാണ് 10 മാസം കൊണ്ട് സൗത്ത് ഇന്ത്യയിലെ ഒരു 1 സ്റ്റാർ അച്ചീവർ ആയിട്ട് എനിക്ക് മാറാൻ വേണ്ടി സാധിച്ചത്. അത് അഹങ്കാരമല്ല, അഭിമാനത്തോടെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്നും ഒരു അഹങ്കാരത്തിന്റെ ഭാഷയോ എന്റെ സംസാരത്തിലോ എന്റെ എന്താ പറയാ അപ്പിയറൻസിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാര രീതിയിലോ അല്ലെങ്കിൽ എന്റെ ബോഡി ലാംഗ്വേജിലോ ഒന്നും അത് പ്രതിഫലിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് അത്യാവശ്യമായിരുന്നു. ഞാൻ അപ്ലൈനായിട്ട് വളരെ സ്നേഹത്തിലാണ്. ആവശ്യത്തിന് വിളിക്കും, ഇടയ്ക്ക് വീട്ടിൽ വരും, വളരെ സന്തോഷത്തിലാണ്. പക്ഷെ എന്റെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാനങ്ങ് ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ് അത് സാധിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ചങ്ങലുകൾ പൊട്ടിച്ചിറങ്ങാൻ വേണ്ടി തയ്യാറാവണം അല്ലേ? ഈ വഞ്ചികൾ കാണുന്നില്ല, വഞ്ചികൾ പുഴയോരത്ത് എങ്ങനെയാ ഉണ്ടാകുക? അവിടെ വെറുതെ ഇടുവോ? അതിങ്ങനെ ഒരു കയറിനിട്ട് കെട്ടിയിടുവോ അവിടെ അല്ലെ? നമ്മൾ ആ വഞ്ചി കയറിയിട്ട് തുഴഞ്ഞാലോ വഞ്ചി നീങ്ങുമോ? വഞ്ചി നീങ്ങണമെങ്കിൽ എന്ത് വേണം? ഈ കയർ അവിടുന്ന് അഴിച്ചു മാറ്റിയിട്ട് തുഴയണം. ഇപ്പോഴെല്ലാരും തുഴയുന്നുണ്ട്, പക്ഷേ ഈ വഞ്ചി അവിടെ തെങ്ങിന് കെട്ടിയിട്ട് വെച്ചിരിക്കുക. തെങ്ങിന് കെട്ടി വെച്ചിരിക്കുകയാണ് ഈ വഞ്ചിയെ. തുഴയുന്നുണ്ട്, പക്ഷെ എവിടെ എത്തൂല. ഈ കെട്ടുകളുണ്ടല്ലോ, ആ കെട്ടുകൾ ചങ്ങലകൾ അങ്ങ് പൊട്ടിച്ചെറിയണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമാണെന്നും വിജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു കമ്പനിയുടെ കൂടെയാണ് ഇത്രയും ഇൻകം പ്ലാൻ പമ്പ് ചെയ്യുന്ന വേൾഡിലെ ഒരേ ഒരു കമ്പനിയാണ് ബയോട്ടോറി എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയാൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ആദ്യം സാധിക്കണം. അത് റെഡിയല്ലേ? അവർക്ക് മാത്രമേ ലീഡർ ആവാൻ വേണ്ടി സാധിക്കൂ, അവർക്ക് മാത്രമേ വിജയിക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ് അല്ലേ? ആനയുടെ കഥ നമുക്കെല്ലാവരും നമ്മളെല്ലാ ട്രെയിനിങ്ങിലും പറയുന്നത്. ആനയ്ക്ക് ആനയുടെ ശക്തി അറിയില്ല. ആന എന്ത് ചെയ്യും?
നമ്മൾ അതിന് ചെറുപ്പത്തിലേ പിടിച്ചു കൊണ്ടുവന്നിട്ട് ചെറിയൊരു ചങ്ങലൊക്കെ ഇട്ട് വെക്കും അല്ലെ. അപ്പൊ ആന അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ വരുമ്പോൾ ചങ്ങല ഇങ്ങനെ നിൽക്കുമ്പോൾ ആനയുടെ ശക്തി അറിയില്ല. വലുതായാലും ആന അതുപോലെ നിൽക്കും ചങ്ങലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ അല്ലെ. ഒരു തോട്ടി എടുത്ത് അതിന്റെ അടുത്ത് ചാരി വെച്ചാൽ മതി. കാരണം അതിനെ കൊണ്ട് തോണ്ടും വലിക്കുമ്പോൾ അതിന് വേദന വരുമ്പോൾ ആ തോട്ടി കണ്ടാൽ തന്നെ ആന പേടിച്ചിട്ട് അവിടെ നിന്ന്. ശരിയല്ലേ? ഇതുപോലെ നമ്മളെ ആരോ മാനസികമായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. കൊത്തിലൊതുങ്ങാതെ അത് പൊക്കിലൊതുങ്ങാതെ കൊത്താവൂ അല്ലെ. കൂടുതൽ ചിന്തിക്കരുത്, കിട്ടിയതിനെ കൊണ്ട് ജീവിക്കണം ഇല്ലേ, വരുമാനത്തിനനുസരിച്ച് ചെലവാക്കണം ഇല്ലേ, ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ചിന്താഗതികളൊക്കെയാണ് മാറ്റണം. ഇതൊക്കെ പഴഞ്ച ചിന്താഗതികളാണ്. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ഇന്ന് സ്വപ്ന ലോകത്തിലേക്ക് പറക്കണം. അതിനുള്ള അവസരം ഉണ്ടെന്ന് ഇവിടെ. ഈ ആനക്ക് ഭ്രാന്തളകി നമ്മൾ പറയാലോ അല്ലെ. ആനക്ക് ഭ്രാന്തളകിയിട്ട് അങ്ങോട്ട് പോകല്ലേ എന്ന് പറയും. അത് ആനക്ക് ഭ്രാന്തളകി പറഞ്ഞ യഥാർത്ഥത്തിൽ എന്താണ്? ആനയുടെ ശക്തി തിരിച്ചറിഞ്ഞ് ഒറ്റ വലിച്ച് അതിന് ചങ്ങല പൊട്ടിച്ചപ്പോ അത് സ്വതന്ത്രനായിട്ട് നടക്കാൻ തുടങ്ങി. ഇത്രേ ഉള്ളൂ ആനക്ക്. മനസ്സിലായ? ആനക്ക് ഭ്രാന്തളകി പറഞ്ഞ അതിന് ശരിയായ ബുദ്ധി വന്നു എന്ന് അർത്ഥം. അല്ലാണ്ട് അതിന് ബുദ്ധി മോശമല്ല വന്നത്. നമ്മൾക്ക് ബുദ്ധി മോശം വന്നു. കാരണം നമ്മൾ അതിനെ ചങ്ങല കിട്ടി നടത്തിയതാണല്ലോ. അതുപോലെയാണ് നമ്മള്. നിങ്ങളങ്ങ് ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാകണം. ഒരു ശക്തിക്ക് നിങ്ങളെ തകർക്കാൻ പറ്റില്ല. ലീഡർഷിപ്പ് നിങ്ങൾ സ്വയം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും മിനീഷ് സാറ് നല്ലൊരു കാര്യങ്ങൾ നന്നായിട്ട് ഇവിടെ അവതരിപ്പിച്ച് ഞാൻ കൂടുതൽ നീട്ടിപ്പോകുന്നതിൽ ഒത്തിരി സമയമായി. അതുകൊണ്ട് നല്ലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകുക. ടീമിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. ഫാമിലി ഓണത്തിന് വേണ്ടി മാത്രമായിരിക്കരുത് ടീമിനെ പിടിച്ച്. വൈകുന്നേരം ആകുമ്പോൾ വിളിക്കുന്ന ലീഡേഴ്സ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഇന്ന് വല്ല PV ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. PV ഉണ്ടാക്കാൻ അവരുടെ കൂടെ നടന്ന് ഇറങ്ങി വർക്ക് ചെയ്യണം. അതൊരു ബോട്ടം ലെവലിലേക്ക് ഒരു സ്ട്രക്ചർ വരെ പറ്റുള്ളൂ കേട്ടോ. ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. എപ്പോഴും ഒരു ബോട്ടം ലെവലിലേക്ക് ഒരു ലീഡർക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. ആരാ ലീഡർ ആവുന്ന വെച്ചാൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ലീഡറായിട്ട് മാറുക എന്നുള്ളതാണ്. ക്ലിയർ? ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം നമുക്ക്. നമ്മൾ വന്ന ആളുകൾ ഞാൻ എപ്പോഴും പറഞ്ഞു 2, 4, 8, 16 മതി. ഒരു 31 പേരുടെ ചാവേർപ്പട നിങ്ങൾക്ക് ഉണ്ടാകണം ഇല്ലേ. ചില രാഷ്ട്രീയ പാർട്ടികൾ രാത്രി 9 മണിക്കാ പറയണം നാളെ കേരള ബന്ദ് ആണ്, ഒരു ഹർത്താൽ. ബന്ദ് എന്ന് ഇപ്പൊ പറയില്ല, ഹർത്താലാണെന്ന് പറഞ്ഞാൽ ഒറ്റ വാഹനം ചലിക്കില്ല ഇല്ലേ. അതൊരു സിസ്റ്റമാണ്. അതേപോലെ ആയിരിക്കണം നിങ്ങൾക്കൊരു ചാവേർപ്പട 2, 4, 8, 16 ഇത്രയും പേരടങ്ങുന്ന ഒരു ടീമിനെ നിങ്ങൾ ബിൽഡ് ചെയ്യണം. അവർ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം. മനസ്സിലായ? അവരെ സ്നേഹിക്കണം, അവരെ ചേർത്ത് പിടിച്ചു നിർത്തണം. അവരുടെ ലീഡർഷിപ്പ് വളർത്തിയെടുക്കാൻ എന്ത് വേണം? ട്രെയിനിങ്ങുകൾ കൊടുക്കണം. ഫിസിക്കൽ ട്രെയിനിങ്ങുകൾ വെക്കണം. ഫിസിക്കൽ ട്രെയിനിങ്ങിൽ എന്ത് വേണം? പ്രൊഡക്റ്റ് ട്രെയിനിങ് ഉണ്ടാവണം. വലിയ അതിന് വർക്ക്ഷോപ്പ് എന്ന് പറയാം. നമുക്ക് എല്ലാവരെയും നിങ്ങൾ വിളിച്ചിരുത്തിയിട്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. എങ്ങനെയാണ് ഒരാളോട് പ്രൊഡക്റ്റ് സംസാരിക്കേണ്ടത്. ഒരു വീട്ടിൽ മതി, അതിന് വലിയ ഹോളൊന്നും എടുക്കണ്ട ഇല്ലേ. എല്ലാവരും വീട് വലിയ ഹോളൊക്കെ ഉണ്ടാവില്ല. അവിടെ 5 10 പേരെ നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് അവിടുന്ന് പഠിപ്പിക്കുക. സംസാരിക്കാൻ പഠിപ്പിക്കണം അവരെ കൊണ്ട്. നിങ്ങൾ തന്നെ എപ്പോഴും പ്രൊഡക്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അവരെ കൊണ്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ പഠിപ്പിക്കുക. ഒരു കസ്റ്റമർ 1 to 1 കൊടുക്കേണ്ട എങ്ങനെയാണ്, ഒബ്ജെക്ഷൻസ് അങ്ങനെ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ക്ലിയർ ആയോ? ഒബ്ജെക്ഷൻസും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അതിനെ പറ്റിയ ആളുകളെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് വർക്ക്ഷോപ്പ് കൊടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ലീഡർഷിപ്പ് നിങ്ങൾക്ക് ഉണർത്താൻ വേണ്ടി സാധിക്കും. നന്നായിട്ട് സംസാരിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ തെറ്റും. ചില ആൾക്ക് മടിയുണ്ടാവും സംസാരിക്കാൻ വേണ്ടിയിട്ട്. സംസാരിക്കുമ്പോൾ നിർത്തി സംസാരിപ്പിക്കുക. ഇരുന്നുകൊണ്ട് സംസാരിപ്പിക്കണ്ട. 5 പേരെ ഉള്ളെങ്കിലും ഇവിടെ നിൽക്കുക. നമ്മളൊരു സ്റ്റേജിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുമ്പോൾ സംസാരിപ്പിക്കുക. അപ്പൊ അവരുടെ സ്കില്ല് ഒന്നും കൂടെ കൂടും. മനസ്സിലായി? ആദ്യം പേടിയൊക്കെ ഉണ്ടാവും നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. 5 പേരൊക്കെ ആയാലും 50 പേരെ മുമ്പിൽ നമുക്ക് സംസാരിക്കാം. പിന്നെ 500, 5000, 50 ലക്ഷം പേരെ മുമ്പിൽ നിന്നിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ടീമിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആയ? ലീഡേഴ്സിനെ വളർത്തിയെടുക്കാനുള്ള വഴികളാണ് ഞാൻ പറയുന്നത്. സമയം കുറവാണ്, വേറെ ദിവസം നമുക്ക് സംസാരിക്കാം. അപ്പോ ഇങ്ങനെ വർക്ക്ഷോപ്പുകൾ കൊടുക്കണം. പ്രൊഡക്റ്റ് ട്രെയിനിങ്, പ്രൊഡക്റ്റിനെ കുറിച്ച് അൾട്രാബറി ആയാലും മോർ പവർ ആയാലും എങ്ങനെയാണ് ഒരു കൺസ്യൂമറിന്റെ അടുത്ത് സംസാരിക്കണം, ഒരു കസ്റ്റമറുടെ അടുത്ത് സംസാരിക്കണം, അവരെ പഠിപ്പിക്കണം. അപ്പൊ അവർക്ക് ധൈര്യം വരും. എനിക്ക് അറിയുന്നുണ്ട് കേട്ടോ. ഇത് നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കുക. അടിപൊളിയായിട്ട് പുറത്തൊക്കെ അടിപൊളി സൂപ്പർ, നീ പുലിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ സെൽഫ് നമ്മൾ എന്ത് ചെയ്യണം? മോട്ടിവേറ്റ്. നിനക്കൊന്നും നടക്കൂല കേട്ടോ, നീ എന്താ ഈ മണ്ടത്തരല്ലേ പറയുന്നത് മുഴുവൻ. ഇങ്ങനെ പറയരുത്. ചെറിയ തെറ്റ് പറ്റി പോലും പറയണം. അവന്റെ പോയിന്റ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ ആയിരുന്നു. 1 2 മാറ്റാനുണ്ട് കേട്ടോ. അത് രണ്ടാമത് പറയണം. ആദ്യം സൂപ്പർ എന്ന് പറഞ്ഞിട്ട് തെറ്റ് തിരുത്താൻ വേണ്ടി പാടുള്ളൂ. അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു എന്നിട്ട് പറയാം ഇന്ന പോയിന്റ്സ് പറഞ്ഞത് ശരിയായിരുന്നില്ല, അത് മാറ്റിയാൽ അടിപൊളിയായി കേട്ടോ. അപ്പൊ അവര് ഓക്കെ അവർക്ക് സന്തോഷമാവുകയും ചെയ്യും. അല്ലാതെ ആദ്യം തന്നെ ഇറങ്ങിക്കഴിഞ്ഞോണ്ടാണ് നീ പറഞ്ഞ ഒക്കെ തെറ്റാണല്ലോ, ഇങ്ങനെ പറയരുത്. അങ്ങനെ ടീമിനെ പഠിപ്പിച്ചു കൊടുക്കണം. യഥാർത്ഥ ലീഡർ എന്ന് പറയുന്നത് നിങ്ങളെ 10 പേരെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊഡക്റ്റ് ട്രെയിനിങ്, ടെക്നിക്കൽ ട്രെയിനിങ്, ഐഡിയ അടിക്കാൻ പഠിക്കണം. നിങ്ങളൊരു കട തുടങ്ങി, കട തുറക്കണമെങ്കിൽ താക്കോല് നിങ്ങളുടെ കയ്യിലുണ്ടാവണ്ടേ? വേണ്ടേ? നിങ്ങൾ അടുത്ത കടക്കാരൻ്റെ അടുത്ത് താക്കോൽ കൊടുത്തിട്ട് പോയാൽ ശരിയാകുമോ? നിങ്ങൾ വന്ന് നിങ്ങളെ കട തുറക്കണമെങ്കിൽ താക്കോല് നിങ്ങളുടെ കയ്യിൽ വേണ്ടേ?
അടുത്ത കടക്കാരൻ്റെ അടുത്ത് താക്കോൽ കൊടുത്താൽ ശരിയാവും. അതുകൊണ്ട് ID ഓപ്പൺ ചെയ്യാനും ID ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പഠിക്കണം. ടെക്നിക്കൽ ട്രെയിനിങ് കൊടുക്കണം ടീമിന്. എന്നാൽ മാത്രമേ ഫാസ്റ്റ് ആയിട്ട് വളരുള്ളൂ. അതാണ് ഒരു ലീഡർ ഡ്യൂട്ടി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ക്രിയേറ്റ് ലീഡേഴ്സ്. നിങ്ങളുടെ താഴെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ ലീഡർ ആകുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ പണി എളുപ്പമാകുന്നത്. എന്റെ പണി കാണുന്നില്ല, എന്റെ പണി ഇപ്പൊ എളുപ്പമാണ്. മനസ്സിലായ? ഇതൊക്കെ ഞാൻ കഴിഞ്ഞു വന്നതാ കേട്ടാ. ഇനിയിപ്പോ ഒരു ഐഡിയ അടിക്കേണ്ട ഒന്നും വേണ്ട. എല്ലാം കറക്റ്റായി ടീമിലേക്ക്, ഓരോ ടീമിലേക്ക് അത് പാസ് ചെയ്ത് അവരെല്ലാം ചെയ്തോളും. അവരെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ മതി. ആ ഒരു ശാസ്ത്രത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്കൊരു പാസീവ് ഇൻകം വരുന്നത്. നമ്മൾ അറിയാതെ രണ്ടു ഭാഗത്തുനിന്നും ബിസിനസ് കയറണം. അല്ലാണ്ട് ഇതിപ്പോ 50 ഇപ്പുറം വെച്ചിട്ട് എടി അപ്പുറം 50 വെക്കാനുണ്ടെങ്കിൽ വെക്കടി എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ച് എല്ലാം കൂടി അവൾ എവിടുന്നല്ലോ കൂടി കുറച്ച് പൈസയൊക്കെ ഇട്ട് തന്ന് രാത്രി അടിച്ചു ഡാനി സാറിനോടോ അഭിലാഷ് സാറിനോടോ കുറച്ച് സാറേ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കയറ്റി രാവിലേക്ക് വരുന്ന ഇൻകം അല്ല പാസീവ് ഇൻകം എന്ന് പറയുന്നത്. മനസ്സിലായ? നമ്മൾ അറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ തിരമാലകൾ അടിക്കും പോലെ വരണം. അതിനെന്ത് വേണം? നല്ല ലീഡേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ടീമിൽ. ടെക്നിക്കൽ ട്രെയിനിങ്, പ്രൊഡക്റ്റ് ട്രെയിനിങ് എല്ലാം കൊടുത്തുകൊണ്ട് ആളുകളെ ചേർത്ത് പിടിച്ച് ഹൃദയത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ ലീഡറായിട്ട് മാറുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ലീഡേഴ്സാണ്. അതൊന്നുകൂടി പൊടിതട്ടി പുറത്തേക്ക് എടുക്കുക. നിങ്ങൾ 5 പേരെയുള്ളത് നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക. അവരെ കൊണ്ട് ഇരുത്തി സംസാരിപ്പിക്കുക, പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിപ്പിക്കുക, ഐഡിയ അടിക്കാൻ പഠിപ്പിക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യുക ഓരോരുത്തരും. ക്ലിയർ? അല്ലാണ്ട് മുകളിൽ നിൽക്കുന്ന സായി സാറിയോ അല്ലെങ്കിൽ ഡാനി സാറിയോ മറ്റുള്ളവരെയൊന്നും വേണ്ട. നിങ്ങൾ ചെറിയ ടീമില്ലേ, അവരെ നിങ്ങൾ വിളിച്ച് പഠിപ്പിക്കുക വീട്ടിലേക്ക് ഇരുത്തിയിട്ട്. എന്നാൽ നിങ്ങൾക്ക് അറിവില്ലേ ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഡെയിലി അഫർമേഷൻസ് എടുക്കുക. രാവിലെ ആയിരിക്കും ഇവിടെ പറഞ്ഞൊക്കെ നമുക്ക് ബിസിനസ് എല്ലാ ദിവസവും ഒരുപോലെ നടക്കില്ല. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ടെൻഷൻ വരും, ഇല്ലേ, വേവലാതികൾ വരും. അപ്പൊ ആ സമയത്ത് ഇതിനി നടക്കൂല, ആരും പുതിയത് ജോയിനിങ് വരുന്നില്ല എന്നുള്ള സംശയം വരുമ്പോ നമ്മൾ ഡെസ്പാവും. ആ സമയത്ത് നമ്മൾ അഫർമേഷൻ എടുക്കാൻ തയ്യാറാണ്. ഡെയിലി അഫർമേഷൻ അറിയാലോ എല്ലാവർക്കും, അല്ലെ? ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് സാധിക്കും എന്നുള്ള അഫർമേഷൻ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. അഫർമേഷൻസൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല, എത്രയോ 10 തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ അഫർമേഷൻസ് എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ പ്രത്യേക തരത്തിലുള്ള ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും. പോസിറ്റീവ് ഹോർമോൺസ് വരും, മനസ്സിലായ? ലീഡർഷിപ്പ് ഹോർമോൺസ് വരും, സക്സസ് ഹോർമോൺസ് വരും. പിന്നെ നിങ്ങൾ ഒരാൾക്കും തകർക്കാൻ പറ്റില്ല. ഇനി വലിയ ടീമിലെങ്കിലും ചെറിയ ടീമിലൂടെ ആണെങ്കിലും റെഗുലർ വരുമാനം ലോകത്തിലെ വേൾഡ് ക്ലാസ് റീപർച്ചേസ് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു, ഇല്ലേ? ചെറിയ ടീമാണെങ്കിൽ പോലും നമുക്ക് റെഗുലർ ആയിട്ട് റീപർച്ചേസിലൂടെ ഒരു കരിയർ ബിൽഡ് ചെയ്തുകൊണ്ട് ലൈഫ് ലോങ് നല്ലൊരു വരുമാനം വാങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ബയോട്ടോറിയം എത്തിയിരിക്കുന്നു. ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് സത്യ സാറിന്റെ മുഖത്തൊക്കെ നല്ല ചിരി വന്നിട്ടുണ്ട്. മനസ്സിലായി? ഇതൊന്നും നടക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആളുകൾ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, മനസ്സിലായില്ലേ? അവരുടെ വായിലേക്ക് അപ്പം വെച്ചു കൊടുക്കുന്ന രീതി, കഴിച്ച മക്കളെ കഴിച്ചോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഴിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് ആള്. ഇതൊന്നും നടക്കൂല എന്ന് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ബയോട്ടോറിയത്തിൽ നടത്തിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഇനി ആരെങ്കിലും നടക്കൂല എന്ന് പറയുന്ന കാര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറയാം, അത് ഞാൻ നടത്തി തരാം കേട്ടാ. അതുകൊണ്ട് ബയോട്ടോറിയം എന്ന് പറഞ്ഞ വേൾഡ് ക്ലാസ് കമ്പനിയാണ്. മനസ്സിലായി? ഇതൊന്നും നടക്കൂല എന്ന് പറഞ്ഞ സ്വപ്നം കണ്ട് നടന്നവരുടെ ഉറക്കം ഇന്നലെ മാറിയിട്ടുണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് കൃത്യമായിട്ട് പറയുന്നു, ആത്മാർത്ഥമായിട്ട് കട്ടക്ക് നെഞ്ചിടിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ ബയോട്ടോറിയം ഏറ്റെടുക്കുക. വിജയം നിങ്ങളുടെ കൂടെയുണ്ട്, ഒരു സംശയവും വേണ്ട. അതിനെ പറ്റിയ ടീമുണ്ട് നമുക്ക്. ഇനി എല്ലാ ദിവസങ്ങളിലും നമ്മുടെ പ്രോഗ്രാമിലും കൂടുതൽ ആളുകൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം പ്രോഗ്രാം സെന്ററിലേക്ക് എന്താ പറയാ, മലവെള്ളപ്പാച്ചിലായിരിക്കും. കണ്ടോളൂ, 2 പ്രോഗ്രാം നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കോട്ടയം പ്രോഗ്രാം, നാളത്തെ തൃശ്ശൂർ പ്രോഗ്രാം. അറിയാത്ത ആളുകൾ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഇന്നലെ തന്നെ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ഗ്രൂപ്പിലിട്ട ലീഡേഴ്സ് മറ്റ് ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലും ചെയ്യാത്ത ലീഡർമാരാണ് ലീഡർ എന്ന് പറഞ്ഞ് നടക്കുന്നത്. മനസ്സിലായില്ലേ? കുറെ ആൾ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പരിപാടി ഇല്ലേ സാറേ, അതുപോലും അറിഞ്ഞിട്ടില്ല എന്ന് പറയണം. അപ്പോ മാറ്റി വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് മാറ്റി വെച്ചത്. അടുത്ത ദിവസങ്ങളിൽ പ്രോഗ്രാം സജീവമാകും. കണ്ടോളൂ, അവിടത്തേക്കുള്ള ഒഴുക്ക് കണ്ടോളൂ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം നേടാനുള്ള അവസരം നമുക്ക് ബയോട്ടോറിയത്തിൽ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലീഡർഷിപ്പ് ഇവിടെ തെളിയിക്കണം. നമുക്ക് വരും ദിവസങ്ങളിൽ നല്ല വരുമാനം വാങ്ങുന്ന ഒത്തിരി ആളുകളെ നിങ്ങളുടെ ടീമിലേക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കണം. അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, അതിന്റെ കമ്മിറ്റ്മെന്റ് നിങ്ങൾ ഏറ്റെടുക്കുക. വിജയം നിങ്ങളുടെ ഭാഗത്തുണ്ടാകും, ഒരു സംശയം വേണ്ട. ഈ സുപ്രഭാതത്തിൽ ഇത്രയും നേരം എല്ലാവരും ശ്രമിച്ചതിന് ഒരു കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ തടസ്സങ്ങളും മാറ്റിയിട്ട് വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അതിനുള്ള മനസ്സും ഊർജവും ശക്തിയും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഈ ബയോട്ടോറിയം.